മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീവാസുദേവമനിശം ഹൃദി ഭാവയാമി. ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. ഭഗവാന്റെ അപാരമായ കാരുണ്യവും വാത്സല്യവും ആണ് ഭാഗവതം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുക. വിശേഷിച്ച് ഇന്ന് രാജസൂയമാണ് നമ്മുടെ വിഷയം. ഈ രാജസൂയം ഒരു കൃഷ്ണൻ 1000 കൃഷ്ണനായി നിറഞ്ഞു നിന്ന് 34 നീണ്ട മാസങ്ങൾ യാഗങ്ങളിൽ വെച്ച് ഉത്തമമായ ഈ രാജസൂയത്തെ തൻ്റെ ഭക്തൻ്റെ ആഗ്രഹത്തെ അനുസരിച്ച് സാധിപ്പിച്ചു കൊടുത്ത ഭഗവാന്റെ അപാരമായ വാത്സല്യം പോരാ. ആ പുണ്യഭൂമിയിൽ വെച്ച് തന്നെ എത്രയോ കാലം വൈകുണ്ഠത്തിൽ സേവിച്ചു കൊണ്ടിരുന്ന ജയവിജയന്മാരിൽ ജയനായിരുന്ന ആ ഭക്തൻ സനകാദി മഹർഷിമാരുടെ ശാപത്തിലൂടെ അവരുടെ ദുർവാസനകളെല്ലാം അനുഭവിച്ച് തീർത്ത് അവർക്ക് അദ്ദേഹമാണ് ശിശുപാലനായി 3ാമത് ജനിച്ചത്. ആ ശിശുപാലന് ആ പുണ്യഭൂമിയിൽ വെച്ച് ഭഗവാൻ സായുജ്യം കൊടുക്കണം. രണ്ടും ഭക്താനുഗ്രഹലീല അല്ലേ? ഇപ്പുറത്ത് ധർമ്മപുത്രൻ എന്ന ഭക്തനെ അനുഗ്രഹിക്കുന്നു, ഇപ്പുറത്തോ ശിശുപാലനെ വധിക്കുന്നു. നമുക്ക് തോന്നുമല്ല, ശിശുപാലന് സായുജ്യം കൊടുക്കണം. തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് ഉള്ള പാസ്പോർട്ടും വിസയൊക്കെ കൊടുത്ത് തിരിച്ചയക്കുക അല്ലേ? കുറേ കാലമായിട്ട് പാസ്പോർട്ടും വിസ ഇല്ലാണ്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഭ്രഷ്ടരായി അല്ലേ? അവർക്ക് തിരിച്ചു പോകാൻ സാധിച്ചു. നമുക്ക് ഓരോരുത്തർക്കും വൈകുണ്ഠത്തിൽ നിന്ന് കീഴ്പോട്ട് വീഴാൻ ഇടയാവണത് എന്തുകൊണ്ട്? എങ്ങനെയാണ് വൈകുണ്ഠത്തിൽ സ്ഥിരമായിട്ട് താമസിക്കാൻ കഴിയുക? എങ്ങനെയാണ് തിരിച്ചു വീണാൽ തിരിച്ചു പോകാൻ സാധിക്കുക എന്നൊക്കെ ഈ കഥകളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടതെന്നർത്ഥം. ഭാഗവതത്തിൻ്റെ പ്രായോഗികത അച്യുത സ്വാമിജി വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. എല്ലാം പഴയതല്ല, നമ്മുടെ നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് എന്ന്. ഇവിടെ എന്തുകൊണ്ടാണ് ജയവിജയന്മാർക്ക് അവിടെ നിന്ന് കീഴ്പോട്ട് പോരേണ്ടി വന്നത്? ഭേദബുദ്ധി ഉണ്ടായി അല്ലേ? വൈകുണ്ഠത്തിൽ ഭേദബുദ്ധി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഭേദബുദ്ധിക്ക് കാരണം എന്താ? അജ്ഞാനമാണെന്നർത്ഥം. നമ്മളെ ദേഹമാണെന്ന് വിചാരിക്കുമ്പോഴാണ് മറ്റുള്ളവരെയൊക്കെ ദേഹമാണെന്ന് വിചാരിക്കുക. അപ്പോഴാണ് ഞാൻ എൻ്റെ നീ നിൻ്റെ എന്നൊക്കെയുള്ള ഭേദബുദ്ധി ഉണ്ടാവുക. അതിൻ്റെ ഫലം എന്താ? രാഗം, ദ്വേഷം, അടിസ്ഥാനപരമായിട്ട് ഇഷ്ടം, ഇഷ്ടക്കേട്. ആ ഇഷ്ടാനിഷ്ടങ്ങളാൽ പ്രേരിതരായിട്ടായിരിക്കും നമ്മുടെ എല്ലാ പ്രവൃത്തി. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഫലം എന്താ? സുഖം അല്ലെങ്കിൽ ദുഃഖം. ഇഷ്ടപ്രാപ്തിയിൽ സുഖം, അനിഷ്ടപ്രാപ്തിയിൽ ദുഃഖം അല്ലേ? ഇഷ്ടപ്രാപ്തിക്ക് വേണ്ടി പുണ്യം ചെയ്യും അല്ലേ? ഇഷ്ടമില്ലാത്തത് അകത്താൻ വേണ്ടി പാപവും ചെയ്യും. അങ്ങനെ പുണ്യപാപ മിശ്ര കർമ്മങ്ങൾ ചെയ്ത് വീണ്ടും ജനനമരണ സംസാരത്തിൽ കറങ്ങേണ്ടി വരും. അപ്പോൾ കഥകളൊക്കെ വേണ്ട പോലെ കേട്ടാൽ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ അതിനൊക്കെ ഇല്ലാണ്ടാക്കി ഭഗവാനിൽ എത്തിച്ചേരാൻ സാധിക്കും. ഒരിക്കൽ ധർമ്മപുത്ര മഹാരാജാവ് ഇന്ദ്രപ്രസ്ഥത്തിൽ അങ്ങനെ വാഴുന്ന കാലം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വിശ്വകർമാവിനെ കൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു നഗരം തന്നെ ഉണ്ടാക്കി കൊടുത്തു. പോരാത്തതിന് മയാൻ അസുരശില്പിയായ മയാസുരനെ കൊണ്ട് വലിയൊരു സഭാമണ്ഡപം, ഇതുമാതിരി ഒരു സ്റ്റേജും ഒരു വലിയ ഹോളും മീറ്റിങ്ങൊക്കെ കൂടാൻ വേണ്ടി അതും ഉണ്ടാക്കി കൊടുത്തു. അവിടെ അങ്ങനെ സുഖമായിട്ടിരിക്കുന്ന സമയത്താണ് സ്വർഗത്തിൽ പോയിട്ട് പാണ്ഡുവിനെയൊക്കെ കണ്ടതിന് ശേഷം നാരദ മഹർഷി തിരിച്ചു വന്നു ഈ ധർമ്മപുത്രൻ്റെ അടുത്ത്. നാരദ മഹർഷിയോട് ചോദിച്ചു, എന്തൊക്കെയാണ് നാരദ മഹർഷിയെ വിശേഷങ്ങൾ? വിശേഷമുണ്ട്. ഇപ്പോൾ ഞാൻ സ്വർഗത്തിൽ പോയിരുന്നു, അച്ഛനെ കാണുന്നുണ്ടായി. അച്ഛൻ പറഞ്ഞു, ഉണ്ണിയോട് രാജസൂയ യാഗം ചെയ്യാൻ പറയൂ. ഹരിശ്ചന്ദ്രൻ രാജസൂയ നടത്തിക്കൊണ്ടാണ് അത്രേ ഇന്നും സ്വർഗത്തിൽ സുഖമായിട്ട് വാഴണത്. അതുകൊണ്ട് തൻ്റെ ഉണ്ണിക്ക് ശ്രേയസ് ഉണ്ടാവാൻ വേണ്ടി
ഉണ്ണിയോടൊരു രാജസൂയ നിർത്താൻ. അപ്പോൾ നാരദ മഹർഷി ഇത് പറഞ്ഞപ്പോൾ ധർമ്മപുത്രർ പറയുകയാണ്, മഹർഷേ, രാജസൂയം എന്നൊക്കെ പറഞ്ഞാൽ ഒരു സാധാരണ യാഗോ ഹോമമാണോ? അത് ക്രതുത്തമം എന്നാണ്. ഈ അക്രതുക്കളിൽ വെച്ച് ഉത്തമമായിട്ടുള്ളത്, അതിനേക്കാൾ വലിയൊരു യാഗമില്ല, അത്ര കേമായിട്ടുള്ളതാണ്. അത് നടത്തണമെങ്കിൽ എത്ര ചിലവുണ്ട്? ചിലവ് മാത്രം പോരാ, പണം മാത്രം പോരാ, പിന്നെയോ അതിന് എല്ലാ രാജാക്കന്മാരെയും ജയിക്കണം. ചക്രവർത്തിമാർക്ക് മാത്രമേ സാധിക്കാൻ പറ്റുള്ളൂ. ഒരാൾ പോലും എതിർക്കാൻ പാടില്ല. എതിർത്താൽ അയാളെയും തോൽപ്പിക്കണം. അങ്ങനെയൊക്കെയാണ്. അതിനൊക്കെയുള്ള കഴിവോ ശക്തിയോ സാമർഥ്യമോ ധനസമ്പത്തിയോ അല്ലെങ്കിൽ ആയുധസമ്പത്തിയോ ഇതൊന്നും നമുക്കില്ലല്ലോ. അപ്പോൾ ധർമ്മപുത്രരോട് പറഞ്ഞു, അങ്ങ് എന്തിനാ പരിഭ്രമിക്കണത്? ഭഗവാനില്ലേ, ഭഗവാനെ ആശ്രയിച്ചാൽ ആ ഭക്തന് ഈ ലോകത്തിൽ എന്താ സാധിക്കാത്തതായിട്ടുള്ളത്, നടക്കാത്തതായിട്ടുള്ളത്? അതുകൊണ്ട് ഞാൻ ദ്വാരകയിൽ പോയി ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞ് അതിനെല്ലാം ഏർപ്പാട് ചെയ്യാം എന്ന് പറഞ്ഞ് നാരദ മഹർഷി അവിടെ നിന്ന് നേരെ അദ്ദേഹത്തിൻ്റെ ആ സന്ദേശം കൊണ്ട് അല്ലെങ്കിൽ സങ്കല്പം അറിയിക്കാൻ വേണ്ടി ദ്വാരയിലേക്ക് വരിക. ഭഗവാൻ ദ്വാരകയിലെ സുധർമ്മ എന്ന സ്വാമണ്ഡപത്തിൽ ഭക്തന്മാരോടും മന്ത്രിമുഖ്യന്മാരോടും ഒക്കെ കൂടി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു രാജദൂതൻ, മാഗധത്തിൽ നിന്ന് ഒരു ബ്രാഹ്മണൻ വന്നു, ഒരു ദൂതൻ വന്നു. അദ്ദേഹം മഹാരാജാവിനെ മുഖം കാണിക്കണമെന്ന് പറഞ്ഞു. ഉടനെ കൂട്ടിയിട്ട് വന്നു, ചോദിച്ചു വിവരങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് അങ്ങ് വരണത്? പറഞ്ഞു, ഞാൻ മാഗധത്തിൽ നിന്ന് വരിക. അവിടെ ജരാസന്ധനാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശക്തനായ രാജാവ്. 10,000 ആനയുടെ ശക്തിയുടെ ഇളക്ക്. പോരാത്തതിന് അയാളാണ് ഇന്ന് ഏറ്റവും വലിയ അധർമ്മി. 17 പ്രാവശ്യം 23 അക്ഷൗഹിണികളോടുകൂടി, അഥവാ 23 കോടി അല്ലെങ്കിൽ 23 ലക്ഷം പടയോടുകൂടി വന്ന് ഭഗവാനോട് അടരാടി പരാജയപ്പെട്ട് പോയ ആളാണ് അല്ലേ. അങ്ങനെയുള്ള ജരാസന്ധനെ അന്ന് ഭഗവാൻ വധിക്കാൻ അവസരം ഉണ്ടായി. പക്ഷേ ഭഗവാന്റെ കൈകൊണ്ടല്ല അവൻ വധിക്കപ്പെടേണ്ടത്, ഭീമസേനൻ്റെ കൈകൊണ്ടാണ് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ അവസരം ഉണ്ടാവണം. അതുകൊണ്ട് ഇവിടെ ആ ജരാസന്ധൻ്റെ കഥ പറയുക. അദ്ദേഹം എത്ര ശക്തനാണ്. ആ ശക്തനായ ആൾക്ക് നല്ലതും ചെയ്യാം, സമാജത്തിനെ സേവിക്കുകയും ചെയ്യാം, ദ്രോഹിക്കുകയും ചെയ്യാം അല്ലേ. പവറുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഇന്ന് പൊളിറ്റിക്കൽ പവർ, അന്ന് രാജാക്കന്മാരാണ്. അതുകൊണ്ട് സമൂഹത്തിന് നന്മയും ചെയ്യാം, തിന്മയും ചെയ്യാൻ സാധിക്കും അല്ലേ. നന്മയാണ് ചെയ്യേണ്ടത്, പക്ഷേ ഇവൻ ചെയ്തുകൊണ്ടിരിക്കണ തിന്മയാണ്. ഇവനെ എതിർക്കണവരെയൊക്കെ അവൻ പിടിച്ച് ദ്രോഹിക്കുക, ജയിലിലിട്ട് പീഡിപ്പിക്കുക. അങ്ങനെ ഒരു 20,600 അത്രയും കണ്ട് 20,000-ലേറെ ഉണ്ട് എന്തായാലും. അത്രയും രാജാക്കന്മാരെ നടുവാഴികളെയൊക്കെ പിടിച്ച് ജന്തിച്ച് ചങ്ങലക്കിട്ട് ജയിലിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. പാവങ്ങൾക്ക് നേരത്തിന് ഭക്ഷണമില്ല, വസ്ത്രമില്ല, കുളിയില്ല, ഒന്നുമില്ല. പലരും അവിടെ കിടന്ന് അതിൻ്റെ ചത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ഈ അവസരത്തിലാണ് ഇയാളുടെ പുതിയ തീരുമാനം. ഇവരൊക്കെ ഒരു സുമുഹൂർത്തത്തിൽ കാലഭൈരവന് ബലി കൊടുക്കുക അത്രേ. ഇതും കൂടി കേട്ടതോടുകൂടി ഇവരൊക്കെ ആകെ നടുങ്ങിപ്പോയി. അവർക്ക് നല്ല സമയത്ത് തോന്നിയില്ല കേട്ടോ നാമം ജപിക്കാൻ. ഇങ്ങനെ ഭാഗവത സത്രത്തിൽ നിന്ന് വന്ന് ഭാഗവതം കേൾക്കാൻ തോന്നിയില്ല. ഈ കഥ അവർ പറയണ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ എത്ര സുഹൃതികളും ഭാഗ്യവാന്മാരുമാണ്. നമുക്കിവിടെ വരണമെന്നും ഭഗവത് കഥ കേൾക്കണമെന്നും അവിടുത്തെ തിരുനാമം ജപിക്കണം തോന്നുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ധന്യരാണ്, അനുഗ്രഹീതരാണ്. ഈ പണം, സൗഭാഗ്യം, സ്ഥാനമാനങ്ങൾ, പേര്, പ്രശസ്തി ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് കിട്ടില്ല കാര്യമില്ല. മനസ്സിലായോ? അതൊക്കെ ഇന്നുണ്ട്, നാളെ ഇല്ലാണ്ടാവും. ഭഗവാന്റെ ഭക്തി മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത്. നമ്മളെ രക്ഷിക്കുന്ന ആൾ ഭഗവാൻ മാത്രമാണ്. ആ ഭഗവാനെ ആശ്രയിക്കാറാവണം, സേവിക്കാറാവണം. അതിന് തോന്നിയില്ല അവർക്ക്. ഒരു നിലയ്ക്ക് ഇവർ അർഹിക്കുന്നു ഇത്. മനസ്സിലായോ? നമ്മളെയൊക്കെ പഠിപ്പിക്കുക. പണത്തിന് പേരെ പരുന്തും പറക്കില്ല അല്ലേ. അധികാരവും സ്ഥാനമാനങ്ങളൊക്കെ ഉള്ളപ്പോൾ ഏത് ഭഗവാൻ, എന്ത് ഭഗവാൻ, എന്ത് നാമജപം, എന്ത് ഭഗവത് കഥ, എന്ത് സജ്ജനങ്ങൾ, എന്ത് ക്ഷേത്രം എന്നൊക്കെ വിചാരിച്ച് നടക്കും അല്ലേ. പക്ഷെ അവർക്കൊക്കെ എന്താ വരിക എന്ന് പഠിപ്പിക്കുകയാണ് ഈ രാജാക്കന്മാരുടെ കഥ. ഈ രാജാക്കന്മാർ ഇന്ന് അവിടെ കിടന്ന് ഭഗവാനെ വിളിച്ച് കരയുക, പ്രാർത്ഥിക്കുക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹേ പരമാത്മാവായ ഭഗവാനെ, അവിടത്തെ ആശ്രയിക്കുന്ന, നമസ്കരിക്കുന്ന, അവിടത്തെ സമാശ്രയിക്കുന്ന ആ ഭക്തന്മാരുടെ സകല ദുരിതങ്ങളെയും കഷ്ടപ്പാടുകളെയും ദുഃഖത്തെയും ഇല്ലാണ്ടാക്കി തീർക്കണവനല്ലേ അവിടുന്ന്. അവരെ കണ്ണീരൊപ്പുന്നവനല്ലേ ഭഗവാനെ. ഞങ്ങൾക്ക് അവിടെ നിന്നല്ലാതെ വേരും ആശ്രയമില്ലേ. ഈ ജരാസന്ധൻ്റെ പീഡനത്തിൽ ഞങ്ങളെ മോചിപ്പിക്കണേ. പോരാ, ജരാസന്ധൻ്റെ കരാഗ്രഹത്തിൽ നിന്ന് മാത്രം പോരാ, ഈ സംസാര ദുഃഖത്തിൽ നിന്നും, സംസാരത്തിൻ്റെ ചെങ്ങലയിൽ നിന്ന് പെട്ടിരിക്കുക, ഞങ്ങളിലെ കെട്ടിയിട്ടിരിക്കുക, സംസാര ബന്ധനത്തിൽ നിന്ന് തന്നെ ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദൂതനെ ജരാസന്ധൻ അറിയാതെ അയച്ചിരിക്കുക. ഈ ദൂതൻ ഇവിടെ വന്നതൊക്കെ പറഞ്ഞപ്പോഴോ ഭഗവാൻ അറിയും, എങ്കിലും ഭഗവാന് വളരെ സങ്കടം തോന്നി. അവരെ അനുഗ്രഹിക്കണം, രക്ഷിക്കണം തോന്നി. തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് പറഞ്ഞു, പൊക്കോളൂ, ഞാൻ വന്നിട്ട് വേണ്ടത് ചെയ്യാം, അവരെ രക്ഷിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് ശ്രീനാരദ മഹർഷിയുടെ വരവ്.
നാരദ മഹർഷി വന്നപ്പോഴേക്കും വേഗം പോകണു, ഭഗവാന്റെ നാരദൻ്റെ കാൽക്കൽ വീണു, പാദ നമസ്കാരം ചെയ്യണു, കൊട്ടിയിട്ട് വരണു, തമാസനത്തിരുത്തി പാദപൂജ ചെയ്യുന്നു, പാദതീർത്ഥം ശിരസിൽ ധരിക്കുന്നു. എങ്ങനെയാണ് മഹാത്മാക്കളെ ഒരു ഗൃഹസ്ഥൻ സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു മഹാത്മാവ് തൻ്റെ ഗൃഹത്തിൽ വന്നു കഴിഞ്ഞാൽ തൻ്റെ ഗൃഹം ധന്യമായി തീരുന്നത് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഭഗവാൻ യഥാഹം ലോകസംഗ്രഹ, ഞാൻ ചെയ്യണതൊക്കെ ലോകത്തിന് മാതൃകയാവാൻ വേണ്ടി, ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അവിടുന്ന് തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ കാണിച്ചു കൊടുന്ന്. അതിനുശേഷം നാരദരോട് ചോദിച്ചു, അങ്ങ് ത്രിലോക സഞ്ചാരിയല്ലയോ, ഇന്നത്തെ മാതിരി സോഷ്യൽ മീഡിയകളോ അല്ലെങ്കിൽ വർത്തമാന പത്രങ്ങളൊന്നുമില്ലല്ലോ അന്ന് വാർത്തറിയാൻ. നാരദൻ വന്നാൽ ലോകത്തിൽ എന്തൊക്കെ നടക്കണമെന്ന് അറിയാൻ കഴിയും, ത്രിലോക സഞ്ചാരിയാണ്. അതുകൊണ്ട് ചോദിച്ചു, എവിടുന്ന് അങ്ങ് വരണത്? പാണ്ഡവന്മാരെ എപ്പോഴും ഭഗവാൻ വലിയ കാര്യമാണ്. പാണ്ഡവന്മാരെ എന്നല്ല, ഭഗവാനെ ചിന്തിക്കുന്നവരെയൊക്കെ ഭഗവാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. യഥാമാം പ്രപദ്യന്തേ താൻ തഥാ ഏവ ഭജാമ്യഹം, എന്നെ നിങ്ങളെങ്ങനെയാണ് നിങ്ങൾ എന്നോട് എങ്ങനെയാണോ അങ്ങനെ ഞാൻ നിങ്ങളോട് അങ്ങോട്ട്, അങ്ങനെ ഭഗവാന്റെ നിയമം അല്ലേ. അപ്പോൾ എപ്പോഴും ഭഗവാനെ തന്നെ ആശ്രയിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും സേവിച്ചുകൊണ്ടും ഇരിക്കുന്നവരാണ് ഭക്തന്മാർ. ആ ഭക്തന്മാരുടെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധയുണ്ട്. ഭഗവാൻ ജാഗ്രതയാണ്, ഉറങ്ങില്ല കേട്ടോ. ഇതൊക്കെ ഓർത്തോളൂ, ഈ കഥകൾ കേട്ടിട്ട് നമ്മളെ എൻ്റെ കാര്യം ഗുരുവായൂരപ്പൻ മറന്നുപോയോ എന്നൊക്കെ നമുക്ക് തോന്നും ചിലപ്പോൾ അല്ലേ. ഭഗവാൻ മറക്കില്ല കേട്ടോ. സമയം പോലെ സന്ദർഭം പോലെ ഭഗവാൻ എല്ലാം വേണ്ടത് ചെയ്തു തരും. അതുകൊണ്ട് ഈ പാണ്ഡവന്മാർ തന്നെ ആശ്രയിക്കുന്നവരും സേവിക്കുന്നവരും സ്മരിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ. ആ പാണ്ഡവരെക്കുറിച്ച് ഭഗവാൻ എപ്പോഴും ഒരു ചിന്തയുണ്ട്. നാരദരോട് ചോദിക്കുക, അങ്ങ് ഈയിടെ ഇന്ദ്രപ്രസ്ഥത്തിലെങ്ങാൻ പോകുന്നുണ്ടായോ, ആ പാണ്ഡവന്മാരുടെ വർത്തമാനം എന്തൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോഴാണ് പറയണത് നാരദർ പോകുന്നുണ്ടായി ഭഗവാനെ. മാത്രമല്ല ഒരു വിശേഷ വാർത്ത അവിടത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടും കൂടി ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത് എന്ന് പറഞ്ഞു. എന്താ അത്? ധർമ്മപുത്ര മഹാരാജാവിന് ഇങ്ങനൊരു മോഹം. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ എനിക്ക് എങ്ങനെ അസൂയ നടത്താനുള്ള കഴിവുണ്ടോ, ശക്തിയുണ്ടോ, സാമർഥ്യമുണ്ടോ, ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രം സാധിക്കുന്നതൊക്കെ എന്ന് അദ്ദേഹത്തിനൊരു മോഹം. അത് നടത്തണമെന്ന്, അത് അവിടെ നിന്ന് വേണ്ട പോലെ എഴുന്നള്ളി അതിനെ വേണ്ട പോലെ നടത്തി കൊടുക്കണം എന്നൊരപേക്ഷയുമായിട്ടാണ് ഞാൻ വന്നേക്കണത് പറഞ്ഞു. സന്തോഷമായി ഭഗവാൻ. അപ്പോൾ ഇത് ആ സദസ്സിൽ പലരും ഉണ്ടല്ലോ ഇവിടെ. ആ സദസ്സിൽ ആ സമയത്ത് അഭിപ്രായം പലതായി. അതെ, ഇപ്പം ഉണ്ടിരിക്കണവന് ഉണ്ണാത്തവന് ഇല കിട്ടാൻ, ഉണ്ടോനോ പായ കിട്ടാമെന്ന് പറയും നമ്മൾ സാധാരണ അല്ലേ. ഇപ്പോൾ ഇവിടെ ചാവാൻ പോവാണ്, ബലി കൊടുക്കാൻ പോവാണ് 20,000-ഏറെ രാജാക്കന്മാരെ. അവരുടെ ജീവൻ രക്ഷിക്കലാണോ പ്രധാനം? അതിനാണോ ആദ്യം പോട്ടത്? അതോ ഇപ്പം തന്നെ സുഖമായിട്ടിരിക്കുന്ന ചക്രവർത്തി രാജാവിന് ഇനി രാജസൂയം നടത്തി ചക്രവർത്തി എന്ന് ഭേദം കൊടുക്കാനോ? അതല്ലല്ലോ പ്രധാനം, ഇതല്ലേ പ്രധാനം എന്ന് അവരുടെ ഇടയിൽ ഒരു അഭിപ്രായം വന്ന പൂർവമുണ്ട സമയത്ത് ഭഗവാൻ ഇതറിഞ്ഞു. ഉടനെ ഭഗവാൻ എല്ലാം അറിയുന്ന ആളാണെങ്കിലും തൻ്റെ ഭക്തനാണ്, നീതിശാസ്ത്ര നിപുണനാണ്, ബുദ്ധിസത്തമനാണ്, ഭഗവത് ഭക്തനാണ്. എല്ലാം കൊണ്ടും തനിക്ക് ഉദ്ധവോ അണ്വഭിമന്യൂനഹ എന്നാണ്. ഭഗവാനും ഉദ്ധവനും അല്പം വ്യത്യാസമല്ല ഇല്ല. തൊന്തു ഭാഗവതേഷുഹം, ഭാഗവതോത്തമന്മാരിൽ ഞാൻ അങ്ങാണ് എന്നൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ആ ഉദ്ധവരാണ് ഭഗവാന്റെ മഹാമന്ത്രി. മന്ത്രിയോട് ചോദിച്ചു, ഉദ്ധവരെ ഇങ്ങനെ എന്താപ്പോൾ ഞാൻ ചെയ്യേണ്ടത്, ഏതിനാപ്പോൾ ഞാൻ ആദ്യം പോകേണ്ടത്, ഇങ്ങനെയൊക്കെ അഭിപ്രായം ഇവിടെ പറയണ്ടല്ലോ, എന്താ അങ്ങ് പറയൂ. അപ്പോൾ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അവിടുത്തെ തിരുവുള്ളത്തിൽ ഏറാത്തത് എന്താ ഈ ലോകത്തിലുള്ളത്? എങ്കിലും മനുഷ്യനാട്യത്തിൽ അവിടുന്ന് ചോദിക്കുമ്പോൾ സ്വാമി യജമാനൻ മന്ത്രിയോട് ചോദിക്കുമ്പോൾ, ഭൃത്യനോട് ചോദിക്കുമ്പോൾ ഭൃത്യൻ പറയണമല്ലോ. അതുകൊണ്ട് ഞാൻ പറയാം ഭഗവാനെ, വാസ്തവത്തിൽ ഇത് രണ്ട് കാര്യമല്ല. രാജസൂയയാഗം നടത്തണമെങ്കിൽ ജരാസന്ധനെ ജയിക്കാതെ പറ്റില്ല. എന്താ കാരണം? ദിഗ്വിജയത്തിലൂടെ എല്ലാ രാജാക്കന്മാരെയും ജയിച്ച് എല്ലാവരെയും സമ്മതവും ഒക്കെ വാങ്ങിയ ആൾക്ക് മാത്രമേ രാജസൂയം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ദിഗ്വിജയം ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ജരാസന്ധനെ വധിക്കാം. അതുകൊണ്ട് രാജസൂയത്തിന് പോയാൽ മതി, അപ്പോൾ ജരാസന്ധ വധവും സാധിക്കും. എന്നിട്ട് ഉദ്ധവൻ പറഞ്ഞു കൊടുത്തു, ഭഗവാനെ 100 അക്ഷൗഹിണി ഉണ്ടവന്. മഹാഭാരതത്തിൽ പോലും 18 അക്ഷൗഹിണി ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ 100 അക്ഷൗഹിണി ഇയാൾക്ക് ഒറ്റയ്ക്കുണ്ട് അല്ലേ. അതുകൊണ്ട് യുദ്ധത്തിലൂടെ അങ്ങനെ പോയിട്ട് ഇയാളെ ജയിക്കാൻ പറ്റില്ല. പക്ഷേ ഇയാൾക്ക് ഒരു ഗുണമുണ്ട്, എല്ലാവർക്കും ഉണ്ട് ഗുണം. എന്താ കാരണം? ദോഷം മാത്രമായിട്ട് ലോകത്തിൽ ആരുമില്ല. നമ്മൾ എത്ര ദുഷ്ടെന്ന് പറഞ്ഞ ആൾക്കും നോക്കിയാൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടാവും. എന്താ കാരണം? നല്ലതിൽ നല്ലവനായ ഗുരുവായൂരപ്പൻ, ശ്രീ ഗുരുവായൂരപ്പൻ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നിശേഷാത്മാവായിട്ട് വിരാജിക്കണില്ലേ. അവിടുന്ന് അവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ ഇല്ലാണ്ടിരിക്കും അവിടെ. ആ പൂർവ്വവാസനകളെ കൊണ്ട് അത് മറഞ്ഞിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആട്ടെ, അതുകൊണ്ട് ഇവനെന്താ ഗുണം? ഇവൻ വലിയ ബ്രാഹ്മണ ഭക്തനാ. ബ്രാഹ്മണർ എന്ത് പോയി ചോദിച്ചാലും കൊടുക്കും. അതുകൊണ്ട് അവിടെ നിന്ന് ചെയ്താൽ മതി. ഈ ഭീമസേനയും കൂട്ടി ഒരു ബ്രാഹ്മണ വേഷത്തിൽ ഇവൻ്റെ അടുത്ത് ചെല്ലുക. എന്നിട്ടോ ദ്വന്ദ്വയുദ്ധം ഭിക്ഷയായിട്ട് ചോദിക്കുക. തീർച്ചയായിട്ടും അവൻ തരാണ്ടിരിക്കില്ല. അങ്ങനെ ഭീമസേനെ കൊണ്ട് അവിടുത്തെ സാന്നിധ്യത്തിൽ ജരാസന്ധനെ വധിക്കുക. ഭഗവാൻ കേമായി ഉദ്ധവൻ്റെ ആ ബുദ്ധിശക്തിയൊക്കെ നല്ലോണം വാനോളം വാഴ്ത്തി പുകഴ്ത്തി പ്രശംസിച്ചു. എന്നിട്ട് പറഞ്ഞു, കേമായി എന്ന് പറഞ്ഞ് ഭഗവാൻ
എല്ലാവരോടും ആജ്ഞ കൊടുത്തു. ഭഗവാൻ ഒറ്റയ്ക്കല്ല പോണത്. ഭഗവാൻ 16,108 പത്നിമാരുണ്ട്. അവർക്കൊക്കെ 10 ആൺകുട്ടികൾ പെൺകുട്ടികളുണ്ട്. ഇവർക്ക് 34 മാസത്തെ അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ വേണം. ഒരുങ്ങാൻ തന്നെ എത്ര മാസം വേണമല്ലേ? അല്ലേ? നമുക്കൊരു യാത്ര പോകണമെങ്കിൽ നമ്മൾ എത്ര ദിവസം മുമ്പ് ഒരുങ്ങാൻ തുടങ്ങും? പാക്ക് ചെയ്യാൻ തുടങ്ങൂലേ? അപ്പോൾ ഇവർക്കൊക്കെ ശുശ്രൂഷിക്കാൻ സേവകന്മാർ വേണം, സേവികമാർ വേണം, അവർക്കുള്ളത് വേണം. അങ്ങനെ ഒരു യുദ്ധസന്നാഹം പോലെയാണ് ഇവരൊക്കെ കൂടി ഒരുങ്ങിയത്. എല്ലാവരും കൂടി ഭഗവാൻ പുറപ്പെട്ടു. പല പല നദികളും കടന്ന്, പല പല നഗരങ്ങളും കടന്ന്, പല രാജ്യങ്ങളിലും കൂടെ ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചേർന്നു. എന്താ ഒരു സന്തോഷം ധർമ്മപുത്ര മഹാരാജാവിന്! പൗരജനങ്ങൾ വന്ന് സ്വീകരിക്കണു, ഭഗവാന്റെ കാൽക്കൽ വന്ന് വീണു, പാണ്ഡവന്മാർ ഓരോരുത്തരും കെട്ടിപ്പിടിക്കണു, ഭഗവാനെ ആലിംഗനം ചെയ്ത് ആശ്ലേഷിക്കൽ കൃതാർത്ഥനാകുന്നു. പോകുന്ന സമയത്ത് അവിടെയുണ്ടായിരുന്ന സ്ത്രീകളൊക്കെ, ഇന്ദ്രപ്രസ്ഥ സ്ത്രീകളൊക്കെ മാളികളിൽ മോളി കയറിയുണ്ട് ഭഗവാന്റെ ഹേരസലിൽ പുഷ്പവൃക്ഷം ചെയ്യണു. എന്നിട്ട് പറയണു, ദാ ഈ നീലമേഘശ്യാമള വർണ്ണനായ, ഈ സുസ്മേരവധനായ, ഈ സച്ചിദാനന്ദത്തെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൃഷ്ണപത്നിമാർ ചെയ്ത ഭാഗ്യം എത്രയാ അല്ലേ? എന്തൊരു ഭാഗ്യമാണ് ആ ദ്വാരകയിലുള്ളവരുടെ ഭാഗ്യം. ഈ ഭഗവാനെ എന്നും കാണാൻ, ഒരു പ്രാവശ്യം നമ്മൾ കാണുമ്പോഴേക്കും തന്നെ നമ്മുടെ മനസ്സ് ആ ഭഗവാനിലേക്ക് കാന്തം പിടിച്ചു വലിക്കണ പോലെ പിടിച്ചു വലിക്കണമല്ലേ? അങ്ങനെയുള്ള ആ ഭഗവാനെ കാണാനും സേവിക്കാനും ആ ഭഗവാന്റെ കാരുണ്യവും അനുഗ്രഹവും ഒക്കെ അനുഭവിക്കാനും കഴിഞ്ഞ് ഇവരല്ലേ ഭാഗ്യശാലികൾ എന്നൊക്കെ പറഞ്ഞു ഭഗവാനെ വാഴ്ത്തി അവരെയൊക്കെ നോക്കി ഭഗവാൻ അനുഗ്രഹം ചെയ്തുകൊണ്ട് അങ്ങനെ കൊട്ടാരത്തിനകത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴോ അച്ഛൻ പെങ്ങളുടെ കുന്തി പഞ്ചപെങ്ങളല്ലേ, കുന്തി ദേവിയെ പോയി ഭഗവാൻ വീണ് നമസ്കരിച്ചു. കുന്തി ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ആ ഭഗവാനെ. തൻ്റെ സഹോദരപുത്രനായിട്ടല്ല കുന്തി ഒരിക്കലും ശ്രീകൃഷ്ണനെ കണ്ടിട്ടുള്ളത്. സഹോദരൻ്റെ പുത്രനായിട്ടാണ് വ്യവഹാരത്തിൽ ഭഗവാൻ ഇവിടെ ഇപ്പോൾ ലീല ചെയ്യുന്നതെങ്കിലും സാക്ഷാൽ സർവേശ്വരനാണ്. ആ കുന്തിയുടെ സ്തുതിയിൽ നമുക്കറിയാം, മനസ്സിലാക്കാം കുന്തി ഭഗവാനെ മനസ്സിലാക്കിയത്. പാഞ്ചാലിയോട് പറഞ്ഞു നമസ്കരിക്കൂ ദേവി എന്ന് പറഞ്ഞു. പാഞ്ചാലിയെ കൊണ്ട് നമസ്കരിപ്പിച്ചു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിച്ചു. അതിനുശേഷം അവിടെ താമസിച്ചു. എല്ലാവരെയും പാഞ്ചാലി കൊണ്ട് ഗംഭീരമായി ഭഗവാന്റെ പരിവാരങ്ങളൊക്കെ സൽക്കരിച്ച് താമസിപ്പിച്ചു. പക്ഷേ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞെങ്കിലും യാഗത്തിൻ്റെ വിവരങ്ങളൊന്നുമില്ല. ഒരു ദിവസം ഭഗവാൻ ചോദിച്ചു, എന്താ ഇവിടെ എന്തോ യാഗമൊക്കെ നടത്തണമെന്ന് പറഞ്ഞിട്ടല്ലേ നാരദനെ പറഞ്ഞയച്ചതങ്ങ്, ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. അപ്പോഴാണ് വലിയൊരു സദസ്സ് വിളിച്ചു കൂട്ടിയിട്ട് ആ സദസ്സിൽ ഭഗവാനെ ഇരുത്തിക്കൊണ്ട് ധർമ്മപുത്രൻ ഭക്തൻ തൻ്റെ ആഗ്രഹം അറിയിക്കുന്നത്. എന്താ പറയണത്? ഭഗവാനെ അവിടുത്തെ ഭജിക്കുന്നവർക്ക് എന്ത് കിട്ടും, അവിടുത്തെ ഭജിക്കാണ്ടിരുന്നാൽ എന്ത് കിട്ടില്ല, എന്ത് നഷ്ടവും. ഇത് ലോകത്തിനെ പഠിപ്പിക്കണം അത്രയും നഷ്ടം. മനസ്സിലായോ? ഭഗവാനെ ഭജിക്കുന്നവരുടെയും ഭജിക്കാത്തവരുടെയും വ്യത്യാസം ഈ ലോകം അറിയണം. അപ്പോൾ ഈ കഥകൾക്ക് പ്രത്യേക ഉദ്ദേശമുണ്ട്. തൻ്റെ യാഗശൂത്രത്തിന് പോലും പ്രത്യേക ഉദ്ദേശമുണ്ട് അല്ലേ? ധർമ്മപുത്രന് ഇത്ര ഗംഭീരമായി യാഗം നടത്താൻ സാധിച്ചത് തൻ്റെ മിടുക്ക് കൊണ്ടല്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്, ഭഗവാന്റെ വാത്സല്യം കൊണ്ടാണ്. അതിന് ഭഗവാനെ ഭക്തിപൂർവ്വം സേവിച്ചതുകൊണ്ടാണ്. അങ്ങനെ ഭഗവാനെ ഭക്തിയോടെ സമാശ്രയിക്കുന്ന ഒരു ഭക്തന് ഭഗവത് കൃപ കൊണ്ട് അസാധ്യമായ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് ലോകത്തെ പഠിപ്പിക്കണം. ആ ഭഗവാനെ ഭജിച്ചില്ലെങ്കിലോ നമുക്ക് എന്തെല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. നമുക്ക് ജീവിതത്തിൽ ശാന്തിയും കിട്ടില്ല, സ്വസ്ഥതയും കിട്ടില്ല, സമാധാനവും കിട്ടില്ല, ജനനമരണ സംസാരത്തിൽ നിന്ന് മോചനവും കിട്ടാൻ പോകുന്നില്ല. ഇതൊക്കെ ലോകത്തെ പഠിപ്പിക്കില്ല ഒരു ഉദ്ദേശം. അതുകൊണ്ട് പറഞ്ഞു ഭഗവാനെ കൃതോത്തമമായിട്ടുള്ളതായ യാഗങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ളതായ ആ രാജസൂയം കൊണ്ട് അവിടുത്തെ ആരാധിക്കണം എന്നാണ്, അവിടുത്തെ വിഭൂതികളെയും ആയ ദേവന്മാരെയൊക്കെ ആരാധിക്കണം എന്നാണ് എൻ്റെ മോഹം. പക്ഷേ അതിനുള്ള കഴിവൊന്നും എനിക്കില്ല, ശക്തിയൊന്നും എനിക്കില്ല. അവിടുത്തെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒക്കെ സാധിക്കും എന്ന് പറഞ്ഞു. അതിനെന്താ? ആരാണ് അങ്ങയുടെ സഹോദരന്മാർ? ലോകപാലകന്മാരുടെ അംശമല്ലേ അങ്ങയുടെ സഹോദരന്മാരൊക്കെ? ആ സഹോദരന്മാരെ പറഞ്ഞിരിക്കുന്നത് അങ്ങാണെങ്കിൽ യമധർമ്മൻ്റെ പുത്രനല്ലേ, യമധർമ്മൻ്റെ അതിന് അവതാരമല്ലേ? നിങ്ങൾക്ക് സാധിക്കാത്ത എന്തായിട്ടുള്ളത്? ഒരു കാര്യം ചെയ്യും, 4 സഹോദരന്മാരെ 4 ദിക്കിലേക്ക് ദിഗ്വിജയത്തിന് അയക്കൂ എന്ന് പറഞ്ഞു. തെക്കോട്ട് സഹദേവനെ, പടിഞ്ഞാറോട്ട് നകുലനെ, വടക്കോട്ട് അർജുനനെ, കിഴക്കോട്ട് ഭീമനെ. ഒറ്റയ്ക്കല്ല അയക്കണത്, സൈന്യത്തോട് കൂടിയിട്ടാണ് അയക്കണത്. വെച്ചാൽ ആരെങ്കിലും എതിർത്തു വെച്ചാൽ അവരെയൊക്കെ ജയിക്കണമല്ലോ യുദ്ധം ചെയ്തിട്ട്. അങ്ങനെ എല്ലാവരെയും തൻ്റെ എല്ലാവരെയും തൻ്റെ കീഴിലാക്കണം, എന്നാൽ മാത്രമേ രാജസൂയം നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ 4 സഹോദരന്മാരും 4 ദിക്കിലേക്ക് പോയി. ഒരാളെങ്കിലും ധർമ്മപുത്ര മഹാരാജാവിൻ്റെ രാജസൂയത്തിനെ എതിർക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായില്ല എന്നാണ് പറഞ്ഞത്. എന്താ കാരണം? അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്. എന്താ? അജാത ശത്രുവാണ് അദ്ദേഹം അല്ലേ? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആരെക്കുറിച്ചും ശത്രുഭാവമില്ല. ദുര്യോധൻ ഇങ്ങോട്ട് ശത്രുവായി കാണുന്നു. ആ ദുര്യോധനെ പോലും മിത്രമായിട്ടാണ് കാണുന്നത്. ആര്? ഈ ധർമ്മപുത്ര മഹാരാജാവേ. അതുകൊണ്ടോ ഈ ശിശുപാലനടക്കം നോക്കൂ, കൃഷ്ണവിരോധിയാണ് ശിശുപാലൻ. പക്ഷേ ആ ശിശുപാലനടക്കം അർജുനൻ ചെന്ന സമയത്ത് അർജുനനോട് എന്താ വേണ്ടേച്ചാൽ നിങ്ങൾ നല്ല യാഗം നടത്തുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളൂ, എന്താ വേണ്ടേച്ചാൽ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞ് ധാരാളം സംഭാവന കൊടുത്തു എന്നാണ്. പക്ഷേ ഒന്ന് മാത്രമാണ് ശിശുപാലന് പാണ്ഡവന്മാരോട് അറിയിക്കാൻ അർജുനോട് പറയേണ്ടത്. എനിക്ക് പിടിക്കാത്തത് ഒന്നേ ഉള്ളൂ, നിങ്ങൾ ഈ കൃഷ്ണനെ എല്ലാത്തിലും മുമ്പിൽ നിർത്തുക. കൃഷ്ണനെ അവിടെ കൃഷ്ണൻ അവിടെ ഞാൻ വരുന്നുണ്ടാവില്ല. എന്താ കാരണം?
കൃഷ്ണനല്ലേ അവിടെ നിറഞ്ഞു നിൽക്കുക, അതുകൊണ്ട് അത് കാണാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ സംഭാവനകളൊക്കെ പറഞ്ഞയച്ചു. അങ്ങനെ 4 പേരും ദിഗ്വിജയം ചെയ്ത് ധാരാളം സംഭാവന വേണമല്ലോ, ഇതുപോലെ നല്ല കാര്യങ്ങൾ നടത്തണേ. നമ്മളിന്ന് സംഭാവന കൊണ്ടാണ് നടത്തണേ. രാജാക്കന്മാരൊക്കെ ദിഗ്വിജയം ചെയ്ത് അവരുടെ സംഭാവന കൊണ്ടാണ് നടത്തുക. ആ ധാരാളം സമ്പത്ത് ധർമ്മപുത്ര മഹാരാജാവിൻ്റെ കാൽക്കൽ കൊണ്ടുവച്ചു. അപ്പോഴാണ് ചോദ്യം വന്നത്, അല്ല എല്ലാവരും ജയിച്ചോ? കൃഷ്ണൻ ചോദിക്കുക, എല്ലാവരും ജയിച്ചോ? ഇവനെ എല്ലാവരും ജയിച്ചു. അപ്പോൾ ചോദിച്ചു, ആരാ മാഗധത്തിലേക്ക് ആരാ പോയത്? ജരാസന്ധനെ ജയിക്കുന്നുണ്ടായോ? അപ്പോൾ 4 സഹോദരന്മാരും മുഖത്തോട് മുഖം നോക്കി, ആരും പോയിട്ടില്ല. ഇപ്പോൾ ജരാസന്ധനെ ഒരാളെ ജയിച്ചാൽ എല്ലാവരെയും ജയിച്ച പോലെ, മനസ്സിലായോ? അയാളെ ജയിച്ചില്ലെങ്കിൽ ആരെയൊക്കെ ജയിച്ചിട്ടും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ജരാസന്ധനെ ജയിക്കാതെ രാജസൂയം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ജരാസന്ധനെ ജയിക്കണം. അതിന് ഉദ്ധവൻ പറഞ്ഞു കൊടുത്ത സൂത്രം പറഞ്ഞു കൊടുത്തു. അർജുനെയും ഭീമസേനെയും എൻ്റെ കൂടെ അയക്കുമെന്ന് പറഞ്ഞു. അവർ 3 പേരും കൂടി ബ്രാഹ്മണ വേഷം ധരിച്ചുകൊണ്ട് ഈ ജരാസന്ധൻ്റെ കൊട്ടാരത്തിൽ ചെന്നു. അദ്ദേഹം കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ ദാനം ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുക. അദ്ദേഹത്തിന് എത്ര ശ്രദ്ധയാണ് ആ ബ്രാഹ്മണരിലുള്ളത്. ബ്രാഹ്മണ ഭക്തരാണ് അദ്ദേഹം. അതുകൊണ്ട് അവിടെ ചെന്ന് വരിയായിട്ട് നിന്നു. ഓരോരുത്തർക്കും ആ ഊഴം വന്നു. മുമ്പിൽ നിൽക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അപ്പോൾ ആരാ നിങ്ങളെ എവിടെ നിന്നാണ് വരണത്, ഏത് ദേശക്കാരാ, എന്താ വിവരങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ പരദേശി ബ്രാഹ്മണരാണ്, ഞങ്ങളിങ്ങനെ സഞ്ചാരികളാണ്. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങയുടെ ഗുണഗണങ്ങളും മഹാത്മ്യങ്ങളെക്കുറിച്ച് നിശ്ചി കേൾക്കാനിട വന്നു. മഹാദാനശീലനാണ്, ദാനശീലിൽ പേര് കേട്ട ആളാണ്. എത്രയെത്ര മഹാന്മാരാണ് ഈ ലോകത്തിലുണ്ടായത്. അവരൊക്കെ വലിയ യശസ്വികളായത് എന്തുകൊണ്ടാണ്? ദാനം കൊണ്ടാണ് അർത്ഥം. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കൂട്ടത്തിൽ അങ്ങ് വളരെ കേമനല്ലേ. അതുകൊണ്ട് ദന്തിദേവൻ ഇങ്ങനെ അവരുടെ പേരൊക്കെ എടുത്ത് പറഞ്ഞു. ഔഞ്ചവൃത്തിയിരുത്ത ബ്രാഹ്മണൻ, കബോധ പക്ഷി, ഇങ്ങനെ എത്രയോ ആൾക്കാരുണ്ട്. അവരുടെ കഥയൊന്നും എനിക്ക് കേൾക്കണ്ട. അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടച്ചാൽ പറയുന്നു. മാത്രമല്ല ഈ ശബ്ദം കേട്ടപ്പോൾ ഭഗവാൻ പരിചയപ്പെടുത്തിയില്ല. ആ ശബ്ദം കേട്ടപ്പോൾ ജരാസന്ധനൊരു സംശയം. നല്ല പരിചയമുള്ള ശബ്ദം. മാത്രമല്ല മുഖം കണ്ടിട്ട് നല്ല പരിചയം, എവിടേക്കോ കണ്ടിട്ടുണ്ടെന്ന് തോന്നണു. അപ്പോൾ ചോദിച്ചു, അല്ല നിങ്ങളെ കണ്ടിട്ട്, തന്നെ കണ്ടിട്ട് നല്ല മുഖപരിചയം തോന്നുന്നുണ്ട്, ശബ്ദം നല്ല പരിചയം തോന്നുന്നുണ്ട്. അങ്ങ് 17 പ്രാവശ്യം മധുരയെ ആക്രമിക്കേണ്ടായില്ലേ, അന്ന് ഞാനും അവിടെ ഉണ്ടായിരുന്നു എന്ന്. അന്ന് കണ്ടില്ലേ എൻ്റെ കയ്യൂക്ക്, ആ കൃഷ്ണനെയും കൂട്ടരെയും 17 പ്രാവശ്യം തോൽപ്പിച്ച് ഓടിച്ചത് കണ്ടു. പക്ഷെ സംശയം തീർന്നില്ല. എന്താ, ആരാ ഓടിയത്, ആരാ ഓടിപ്പിച്ചതെന്ന്. മനസ്സിലായോ? കൃഷ്ണൻ ഓടുകയാണോ ഉണ്ടായത്, ഓടിപ്പിക്കുകയാണോ ഉണ്ടായെന്ന് നിശ്ചയില്ല. ഇങ്ങനെ പറഞ്ഞു, അത് ഞാൻ തന്നെയാണ്, കൃഷ്ണനെ ഞാൻ തോൽപ്പിച്ചതാ. എന്നിട്ടിപ്പോൾ കണ്ടില്ലേ, അവനെ നാട്ടിലിരുത്താതെ ഞാൻ തുരത്തി സമുദ്രത്തിൽ പോയി ഒളിച്ച് താമസിക്കുക എന്നൊക്കെ വലിയ വീരവാദം പറഞ്ഞു. അട്ടെ, ആരാ നിങ്ങൾ? മാത്രമല്ല ഇദ്ദേഹനെ കണ്ടപ്പോൾ വേറും പിന്നെ സംശയം ഇദ്ദേഹത്തിന്. എന്താ, ഇവർ ബ്രാഹ്മണരാണെന്ന് എനിക്ക് ബോധ്യമില്ല. കാരണം ബ്രാഹ്മണരുടെ കയ്യിൽ എങ്ങനെയാണ് അമ്പും വില്ലും പിടിച്ചതിൻ്റെ ആ ഞാൻതഴമ്പ് ഉണ്ടാവണത്? ഇവരെ കണ്ടിട്ട് അങ്ങനെ തോന്നണത്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, അങ്ങനെ വിചാരിക്കാൻ വയ്യ. പരശുരാമനും ദ്രോണാചാര്യനൊക്കെ ബ്രാഹ്മണനായി ജനിച്ചത്, പക്ഷേ അവരൊക്കെ വില്ലാളി വീരന്മാരായിരുന്നു അല്ലേ. അതുകൊണ്ട് ബ്രാഹ്മണനായതുകൊണ്ട് ഇപ്പോൾ യുദ്ധം ചെയ്താൽ ഞാൻ തഴമ്പൊക്കെ ഉണ്ടായത് വരാം. എന്തായാലും ഉത്തമ ബ്രാഹ്മണർക്ക് ശിരസും കൊടുക്കും ഞാൻ. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വ്രതം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്തായാലും ഇവർ ഉത്തമ ബ്രാഹ്മണൻ അല്ലാന്ന് അദ്ദേഹം ബോധ്യമായി. എന്നാലും ബ്രാഹ്മണ വേഷത്തിലല്ലേ വന്നേക്കണത്, ചോദിച്ചോളൂ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞങ്ങൾ എന്ത് ചോദിച്ചാലും തരാമെന്ന് സത്യം ചെയ്താലേ ഞങ്ങൾ കാര്യം പറയുള്ളൂ പറഞ്ഞു. അപ്പോൾ തന്നെ മനസ്സിലായി ബ്രാഹ്മണാച്ച എങ്ങനെയൊന്നും പറയില്ല അല്ലേ. അപ്പോൾ പറഞ്ഞു, ശരി, എൻ്റെ ഉത്തമ ബ്രാഹ്മണനാണ്, എൻ്റെ ശിരസ് പോലും ഞാൻ തരാൻ തയ്യാറാണ്. എന്താ ചോദിച്ചോളൂ, എൻ്റെ പ്രാണനെയും എൻ്റെ രാജ്യത്തെ ഒഴിച്ച് ബാക്കി എന്ത് ചോദിച്ചാലും ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഇത് മധ്യമ പാണ്ഡവനായ അർജുനനാണ്, ഇത് അർജുൻ്റെ സഹോദരനായ ഭീമസേനാണ്, ഞാൻ ഇവരുടെ 2 പേരുടെയും അമ്മാവൻ്റെ മകനും അങ്ങ് ശത്രുവായി കാണുന്ന ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞു. അടനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭീരു, നിന്നോടൊക്കെ ആരാ യുദ്ധം ചെയ്യുക? തോറ്റോടി ഭീരു ഒളിച്ചു താമസിക്കണമല്ലേ, നിന്നോട് ഞാൻ യുദ്ധം ചെയ്യില്ല. പിന്നെ അർജുനാണെങ്കിലോ ഒരു പയ്യൻ, തുല്യ ബലവാന്മാർ തമ്മിൽ യുദ്ധം ചെയ്താലേ ഒരു രസമുള്ളൂ. അർജുനെ ഞാൻ ഒരു ഇടിക്ക് വീഴ്ത്തും. അർജുനെ തോൽപ്പിച്ചു വെച്ചാൽ ചീത്തപ്പേര് എനിക്കുക. ദുർബലനെ ബലവാൻ വന്ന ഒരാൾ അടിച്ച് തോൽപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ കേമത്തൊന്നുമില്ല അല്ലേ. പിന്നെ ഭീമനും പോരാ, എങ്കിലും 4മതൊരാളില്ലാത്തതുകൊണ്ട് ഭീമനോട് ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് വലിയ ഗംഭീരമായ അതിഥിയായിട്ട് ഇന്നത്തെ മാതിരി ഒളിച്ചും ഇന്നത്തെ ഭീകരന്മാർ ചെയ്യണ മാതിരിയുള്ള പരിപാടിയൊന്നുമില്ല. ചതിയണം നമ്മുടെ അല്ലേ, ചതിപ്രയോഗത്തിലൂടെ അന്നത്തെ ആൾക്കാരൊക്കെ ചെയ്യണത്. പക്ഷെ അന്ന് ധർമ്മമുണ്ട് അർത്ഥം. അവിടെ മഹാരാജാവിൻ്റെ അതിഥിയായിട്ട് ഇവരെ 3 പേരെയും താമസിപ്പിച്ചു. ആയുധപ്പുരയെ കൊണ്ടുപോയി 2 ഗംഭീരമായ എതെടുത്തുകൊണ്ട് വെച്ചു. എന്നിട്ട് ഭീമസേനോട് പറഞ്ഞു, ഏതാ തനിക്ക് ബോധിച്ചെടുത്തോളുക എന്ന് പറഞ്ഞു. അങ്ങനെ താനും ഒരു കഥ എടുത്തു, ഭീമസേന ഒരു കഥ എടുത്തു. ആഹാരമൊക്കെ കഴിഞ്ഞ് മൈതാനത്തിലേക്ക് വന്നു. സമയം നിശ്ചയിച്ചിട്ടുണ്ട്, സൂര്യോദയം മുതൽ സൂര്യാസ്തമനം വരെ യുദ്ധം.
മറ്റുള്ളവരൊക്കെ ധാരാളം ആൾക്കാരും ശ്രീകൃഷ്ണനും എല്ലാം അർജുനും മാത്രമല്ല മറ്റുള്ളവരും കാണികളായിട്ട് അങ്ങനെ ഇരിക്കണു. ഗംഭീരമായ യുദ്ധം, ചടചടാ ശബ്ദം, മേഘത്തിൻ്റെ ഗർജനം പോലെയാണ് ഇത് കൂട്ടിമുട്ടുന്ന ശബ്ദം. അതൊക്കെ ഗതകളൊക്കെ പൊളിഞ്ഞുപോയി അത്ര ഇവർ അടി കൊണ്ടിട്ട് 27 ദിവസം നീണ്ടു നിന്നു എന്നാണ്. അവസാനം അവർ തമ്മിൽ ദ്വന്ദ്വയുദ്ധമായി. ആയുധം കൊണ്ടൊന്നും യുദ്ധം ചെയ്യാൻ വയ്യ, ആയിരൊക്കെ പൊടിഞ്ഞു പോവല്ലേ. അങ്ങനെ ദ്വന്ദ്വയുദ്ധം ചെയ്തു. ഓരോ ദിവസം ചെല്ലും തോറും ഭീമസേനന് ക്ഷീണം തട്ടി തുടങ്ങി. 27ാമത്തെ ദിവസം രാത്രിയായിപ്പോൾ, അത് പകലൊക്കെ യുദ്ധം ശത്രുവായിട്ടാണെങ്കിലും വൈകുന്നേരം വന്ന ചേച്ചുകുളിയും ഊണൊക്കെ കഴിഞ്ഞ് സ്വയം തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അതിഥിയായിട്ട് ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ തന്നെ സുഖമായിട്ട് കഴിയണം. 27ാം ദിവസം രാത്രിയായിപ്പോൾ ധർമ്മപുത്ര മഹാരാജൻ്റെ ശ്രീകൃഷ്ണനെ തോണ്ടിക്കൊണ്ട് ഭീമസേനൻ ഉറങ്ങാൻ പറ്റാതെ മേലൊക്കെ നൊമ്പരം കൊണ്ട് പറയുക, കൃഷ്ണ എനിക്ക് ഇവനെ ജയിക്കാൻ കഴിയും തോന്നണില്ല എന്ന്. ഭഗവാന് വളരെ സന്തോഷമായിത്രേ. എന്താ അത്? ഈ ഭീമസേനൻ നമ്മൾ വിചാരിക്കണ മാതിരിയല്ല, കൃഷ്ണൻ്റെ ഏറ്റവും വലിയ അന്തരംഗ ഭക്തനാണ്. ഭീമന് ഭക്തി ഉണ്ട് നമുക്ക് തോന്നുമോ? ഭീമൻ ഈ ലോകത്തിലുള്ള ഭൂമിയിലുള്ള പുഷ്പം മുഴുവൻ മനസ്സുകൊണ്ട് പൊട്ടിച്ചെടുത്തിട്ട് കൃഷ്ണൻ്റെ പാദത്തിലൊരു അർച്ചനയുണ്ട്. മനസ്സിലായോ? നമ്മളൊക്കെ ഓരോരോ പൂവ് അന്വേഷിച്ച് പോകണം അവിടെ അല്ലേ. ഭീമസേന അങ്ങനെയില്ല. തൻ്റെ മനസ്സാകുന്ന പുഷ്പം കൊണ്ടും ലോകത്തിലുള്ള പുഷ്പങ്ങളൊക്കെ മനസ്സുകൊണ്ട് സ്വീകരിച്ച് ആ മനസ്സിനെ തന്നെയാണ് ശ്രീകൃഷ്ണൻ കൊടുക്കുക. ശരിക്കും ഏത് പുഷ്പ കൊടുക്കേണ്ട ഭഗവാന്? ചേതസരസിജമുമാപതേ. ശിവാനന്ദ ലഹരി ചോദിക്കുകയാണ്, ഈ നമ്മുടെയൊക്കെ കയ്യിലൊരു പുഷ്പമുണ്ട് അല്ലേ, ഭക്തി കൊണ്ട് വിരിഞ്ഞ മനസ്സാകുന്ന താമര കയ്യിൽ വെച്ചിട്ട് ഈ പുഷ്പം ഭഗവാന് സമർപ്പിക്കാതെ ഗംഭീരേ കാസാരെ വലിയ തടാകത്തിലും വലിയ മലയിലും കാട്ടിലും മേട്ടിലൊക്കെ പൂവ് അന്വേഷിച്ച് നടക്കുക ആൾക്കാർ അല്ലേ. ഈ മനസ്സാകുന്നത് പുഷ്പം ഭഗവാനങ്ങോട്ട് കൊടുത്താൽ സ്വസ്ഥനായി ശാന്തനായി സുഖമായിട്ടിരിക്കാലോ. അത് അറിയണില്ലല്ലോ വിറ്റവളക്കുന്ന ഇവരെ നമുക്കൊക്കെ പറയുക ആചാര്യസ്വാമികൾ. അപ്പോൾ ഇവിടെ ഭീമസേനൻ അങ്ങനെയാണ്, പരമഭക്തനാണ്. പക്ഷേ ഭക്തന് അഭിമാനം വന്നാൽ ഭഗവാൻ അത് സഹിക്കില്ല. എന്താ കാരണം? അഹങ്കാരം നമ്മളെ നശിപ്പിക്കും. അതുകൊണ്ട് ഭക്തന്മാർക്ക് നമുക്കൊക്കെ അഹങ്കാരം ഇടയ്ക്കിടയ്ക്ക് വരും. ഭഗവാൻ അതിനെ അടിച്ച് ഇടയ്ക്കിടയ്ക്ക് ആ കാളിയൻ്റെ ശലയിൽ ചവിട്ടിമാറി ഓരോ ചവിട്ട് നമ്മളെ ശരിയാക്കും. ഇവിടെ തൻ്റെ ഭക്തനായ ഭീമസേനൻ്റെ വിചാരം എന്തായിരുന്നു? ഗദായുദ്ധത്തിൽ എന്നെ ജയിക്കാൻ ഭൂമിയിൽ ഒരാൾ ഇന്നോളമായിട്ടില്ല, ഇപ്പോഴും ഇല്ല എന്നാ. ആ അഭിമാനം കളയണം. അപ്പോൾ പോയി ഇല്ലേ, ജരാസന്ധൻ്റെ അടികൊണ്ട് ഭീമസേനൻ തകർന്നു. ഈ പോക്ക് പോയാൽ നാളെ എൻ്റെ അടികൊണ്ട് ചാവുണ്ടാവുള്ളൂ എന്നുള്ളൊരു നില വന്നു. അത് കേട്ടപ്പോൾ ഭഗവാന് കാരുണ്യം തോന്നി, വാത്സല്യം തോന്നി. സാരമില്ല എന്ന് നാളെയൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞ് മേലൊക്കെ തലോടി കൊടുത്തു. അതോടെ മേലത്തെ വേദനയൊക്കെ പോയെന്ന് മാത്രമല്ല, പുതിയൊരു ശക്തി തനിക്ക് കഴിവന്നതായി തോന്നി. പിറ്റേ ദിവസം അങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഭീമസേനന് ഓരോ അടി കിട്ടുമ്പോൾ തിരിഞ്ഞു നോക്കണ്ട്, ഭഗവാനെ നാളെ ശരിയാക്കാമെന്ന് പറഞ്ഞു. ഇവരെ കൊണ്ട് എന്നെ ശരിയാക്കുവാണോ എന്താ അറിയില്ലല്ലോ. എന്തായാലും ആ സമയത്ത് ഭഗവാന് ഓർമ്മ വന്നു, ഇവനിങ്ങനെ അങ്ങോട്ട് കൊല്ലാൻ പറ്റില്ല അത്രേ. ഇവൻ ജനിച്ച രഹസ്യം അറിയണവർക്കേ ഇവനെ കൊല്ലാൻ പറ്റുള്ളൂ. ഇവൻ ബൃഹദ്രഥൻ എന്നു പേരായ രാജാവിൻ്റെ മക്കളായിരുന്നു. ബൃഹദ്രഥൻ വളരെ കാലം കുട്ടികളില്ലാതെ പരിതപിച്ചു. 2 വിവാഹം കഴിച്ചിട്ടും ആരും പ്രസവിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാട്ടിൽ ചൗണ്ടകൗശിക മഹർഷി എന്ന് പറഞ്ഞിട്ട് മഹർഷിയെ കാണാൻ പോയി. അദ്ദേഹത്തിനോട് ഈ സങ്കടമൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പഴം ജപിച്ചു തരാം, ഇത് കൊടുത്തോളൂ, ഉത്തമനായൊരു ഉണ്ണി ഉണ്ടാവും എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു പഴം ജപിച്ചു കൊടുത്തു. ഈ പഴം കൊണ്ടുവന്ന് അദ്ദേഹം മുറിച്ച് 2 ഭാര്യമാർക്കും കൊടുത്തു. 2 ഭാര്യമാരും ഗർഭം ധരിച്ചു. പ്രസവിച്ചപ്പോഴോ ഒരു ആൾക്ക് കൊടുത്തെങ്കിൽ മുഴുവനായിട്ട് ജനിച്ചേനെ. ഇതൊരു കുട്ടിയുടെ ശരീരഭാഗങ്ങൾ, ഇടതുഭാഗം, ഒരു കയ്യ്, ഒരു കാല്, ഒരു കണ്ണ്, അതൊക്കെ ഒരു ഭാഗത്ത്, ഒന്ന് മറുഭാഗം, ഇങ്ങനെ 2 കഷ്ണങ്ങളായിട്ട് ഓരോരുത്തരും പ്രസവിച്ചു. അപ്പോൾ അതിന് ജീവനില്ലല്ലോ. അതിനെ സംസ്കാരം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് കളയാൻ പറഞ്ഞു. അത് ആ കുട്ടിയുടെ കൊണ്ട് ഉപേക്ഷിച്ച സമയത്ത് രാത്രിയിൽ കുട്ടികളുടെ രക്തമൊക്കെ കുടിച്ച് തിന്ന മാംസമൊക്കെ തിന്നുന്ന ജരാ എന്ന് പറഞ്ഞതായ ഒരു രാക്ഷസി ഈ മാംസത്തിൻ്റെ മണം കെട്ടിട്ട് അവിടെ വന്നു. അവൾക്കത് കണ്ടപ്പോൾ കൗതുകം തോന്നി. ഒരു കുട്ടിയുടെ 2 ഭാഗങ്ങളല്ലേ, അതിനെ കൂട്ടിച്ചേർത്തു. അപ്പോൾ അത് ജീവിച്ചു, കൈകാല് കുറഞ്ഞു. അപ്പോൾ അവൾക്ക് കാരുണ്യം തോന്നി, ഒരു മാതൃഭാവം അവളുടെ ഉള്ളിൽ വന്നു. അവൾ മനസ്സിലാക്കി ഇത് രാജാവിന് കുട്ടികളില്ലാതെ പരിതപിച്ചുകൊണ്ടിരിക്കുക, അദ്ദേഹത്തിൻ്റെ കുട്ടിയാണ് ഉപേക്ഷിച്ചതാണെന്ന്. ഉടനെ സ്വപ്നത്തിൽ അദ്ദേഹം ദർശനം കൊടുത്തു, അങ്ങയുടെ കുട്ടി ഇവിടെ ജീവിച്ചിരിക്കേണ്ട കൊണ്ടുപോയി വളർത്തിക്കോളൂ എന്ന്. അദ്ദേഹം വന്ന് നോക്കുമ്പോഴോ ജീവനില്ലാതെ ഉപേക്ഷിച്ച മാംസക്കണ്ടം 2 ചേർന്നിരിക്കണു, കൈകാല് കുറഞ്ഞ് കരയണു. ഉടനെ എടുത്തു കൊണ്ടുവന്ന് വളർത്തി. അങ്ങനെ ജര സന്ധി ചെയ്തുകൊണ്ടാണ് ജരാസന്ധൻ എന്ന പേര് ഇട്ടതത്രേ. അതുകൊണ്ട് അത് ഭീമസേനും കേട്ടിട്ടുണ്ട് കുട്ടിക്കാലത്തെ കഥയൊക്കെ. ഇവരൊക്കെ ബന്ധുക്കളും കൂടിയാണല്ലോ. പക്ഷെ അതൊക്കെ കാലം കൊണ്ട് മറന്നുപോയി. ഇവനെ 2 ജനിച്ചമായി ശരീരം മുറിച്ച് 2 ആക്കിയിട്ടാൽ മാത്രമേ ഇവൻ മരിക്കുള്ളൂ. ഉടനെ ഭഗവാൻ എന്ത് ചെയ്തു? ഇടയ്ക്കിടയ്ക്ക് ഭീമസേനൻ തിരിഞ്ഞു നോക്കണ്ടല്ലോ. അപ്പോൾ ഒരു ഇല കുറച്ചിട്ട് അതിനെ ഇങ്ങനെ കീറി മുറിച്ച് 2 ഭാഗത്തേക്ക് ഇട്ട് കാണിച്ചു കൊടുത്തു. അത് കണ്ടതും ഭീമസേനന് മനസ്സിലായി എങ്ങനെയാണ് ഇവരെ കൊല്ലേണ്ടത്. ഉടനെ സന്തോഷമായി. ആ ഭീമസേൻ ആ തുടയൊക്കെ ഒരടി കൊടുത്തിട്ട് മറച്ചിട്ടിട്ട് ആന പന ചീന്തും കണക്കെ
കാല് രണ്ടും വലിച്ച് ശരീരത്തെ രണ്ടാക്കി മുറിച്ച് രണ്ട് ഭാഗത്തേക്ക് വലിച്ചിട്ടു. അപ്പോഴാണ് ജരാസന്ധൻ്റെ മരണം ഉണ്ടായത്. എല്ലാവരും പൊട്ടിക്കരയാൻ തുടങ്ങി, പ്രജകളൊക്കെ കരയാൻ തുടങ്ങി, കരച്ചിലിൻ്റെ ഒരു കോലാഹലം അവിടെ ഉണ്ടായി. ഭഗവാൻ എല്ലാവരെയും ആശ്വസിപ്പിച്ചു. താൻ രാജ്യം പിടിച്ചെടുക്കാനോ ഇവിടുന്ന് സ്വത്ത് കൊണ്ടുപോകാനൊന്നും അല്ല വന്നിക്കുന്നത്, താൻ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയും ധർമ്മികളായ ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് എൻ്റെ പുത്രനായ സഹദേവനെ രാജാവാക്കി വാഴിച്ചു. അതിനുശേഷം സഹദേവനോട് പറഞ്ഞു, ദാ ബന്ധികളായി അച്ഛൻ ജയിലിലിട്ടിരിക്കുന്ന അവരെയൊക്കെ മോചിപ്പിക്കൂ. അവരെയൊക്കെ മോചിപ്പിച്ചു കൊണ്ട് നോക്കുമ്പോഴോ എത്ര ദിവസമായി അവർ കുളിച്ചിട്ട് എല്ലും കോലും അയക്കണു, തലമുടിയൊക്കെ അങ്ങനെ പെപ്പരപരാന്നയക്കണു. വേല ഒരു തുള്ളി എണ്ണ തേച്ചിട്ടില്ല, ഒരു വെള്ളം കണ്ടിട്ടില്ല, മുഷിഞ്ഞ തുണികളെ കൊടുത്തിരിക്കുന്നത്, വേണ്ട പോലെ ശാപ്പാട് ആഹാരം കഴിക്കാതെ അല്ലാതെ വിഷണ്ടായിട്ട് അവരിയ്ക്കുന്നത്. ഭഗവാൻ സഹദേവനോട് പറഞ്ഞു, ഇവരെ രാജകീയമായിട്ടുള്ളതായ എല്ലാ ആർഭാടങ്ങളോടും കൂടി കുളിപ്പിച്ച് വസ്ത്രാഭരണ വിഭൂഷിതരാക്കി മൃഷ്ടാന്ന ഭോജനമൊക്കെ കൊടുത്ത് അവരെ തേരുകളിൽ അംഗരക്ഷകന്മാരോടുകൂടി അവരവരെ രാജ്യങ്ങളിലേക്ക് അയക്കാനുള്ള ഏർപ്പാട് ചെയ്യണമെന്ന് പറഞ്ഞു. ആ രാജാക്കന്മാർ ഭഗവാനെ കണ്ടു. ഭഗവാൻ അവർക്ക് ചതുർബാഹുവായ വിഷ്ണുവായിട്ട് ദർശനം കൊടുത്തു എന്നാ ശ്രീകൃഷ്ണൻ. ഭഗവാന്റെ കാരുണ്യത്തെ ഓർത്തുകൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ വീണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയവർ. ഭഗവാനെ ആരാണ് വാസ്തവത്തിൽ അവിടുത്തെ അപാരമായ വാത്സല്യത്തെയും കാരുണ്യത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ട് സ്തുതിച്ചിട്ട് പറഞ്ഞു, ദേവദേവനാണ് അവിടുന്ന്, ശരണാഗതന്മാരുടെ ദുഃഖത്തെ തീർക്കുന്ന ആളല്ലേ അവിടുന്ന്. ഭഗവാനെ നാശരഹിതനാണ്, നിത്യനാണ്, ആനന്ദസ്വരൂപനാണ് അവിടുന്ന്. വാസ്തവത്തിൽ ഞങ്ങളെ ഈ ജരാസന്ധൻ്റെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് മാത്രം അവിടുന്ന് മോചിപ്പിച്ചാൽ പോരാ, ഇതിനേക്കാൾ വലുതാണ് ഈ ശരീരാഭിമാന രൂപത്തിലിരിക്കുന്ന ഈ മായയുണ്ടല്ലോ അവിടുത്തെ, ഈ വിഷയങ്ങൾ സത്യമെന്ന്, ഈ ലോകം സത്യമെന്ന് ഭ്രമിച്ച് ഇതിൻ്റെ പുറകെ ഓടി നടക്കുന്നതായ ഈ സംസാര ക്ലേശമുണ്ടല്ലോ, അതിൽ നിന്നാണ് മോചിപ്പിക്കേണ്ടത്. ഘോരമായ സംസാര ദുഃഖത്തിൽ രക്ഷിക്കണേ ഭഗവാനെ. ഒരു നിലയ്ക്ക് ഈ ജരാസന്ധൻ ഞങ്ങൾക്കിപ്പോൾ വലിയൊരു ഉപകാരം ചെയ്തെന്ന് തോന്നുക. അവനെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. എന്താ കാരണം? ഈ ജരാസന്ധൻ കാരണം ഞങ്ങൾക്ക് രാജ്യഭ്രംശമുണ്ടായി. ഞങ്ങൾ വിചാരിച്ചെന്താ, ഈ സമ്പത്ത് എന്നുണ്ടാവും, ഈ അധികാരം എന്നുണ്ടാവും, അല്ലേ, ഈ രാജ്യപദവി എന്നുണ്ടാവും എന്നൊക്കെ വിചാരിച്ച് അഹങ്കരിച്ചിട്ടല്ലേ അവിടുത്തെ തിരുനാമം പോലും ജപിക്കേണ്ടിരുന്നത്. അതെല്ലാം അവൻ നശിപ്പിച്ച് ആ സമ്പത്തൊക്കെ തട്ടിയെടുത്ത് ഞങ്ങളെ ജയിലിലിട്ട് ഇങ്ങനെ പീഡിപ്പിച്ചത് കൊണ്ട് എന്തായി? ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊക്കെ ശാശ്വതമല്ല, ഇതൊക്കെ അനിത്യങ്ങളാണ്, 4 നാൾ നിലനിൽക്കുന്നതാണ്, അവിടുന്ന് മാത്രമാണ് ശാശ്വതവും നിത്യനെന്ന് മനസ്സിലായി. അങ്ങനെയുള്ള ഞങ്ങളിതാ അവിടത്തെ ആശ്രയിക്കാറായില്ലോ. വെള്ളത്തിന് വേണ്ടിയിട്ട് മരുഭൂമിയിലേക്ക് ഓടും പോലെയാണ് നമ്മൾ സുഖത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി, സുരക്ഷിതത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ഈ ലോകത്തിൻ്റെയും ലോകവസ്തുക്കളുടെയും സ്ഥാനം, മാനം, പണം, പ്രതാപം, ഭോഗം ഇത്യാദികളല്ലേ ലോകം എന്ന് പറയണത്, അതിൻ്റെ പുറകെ ഓടുന്നത്. വാസ്തവത്തിൽ അറിയണില്ല. പണ്ട് ഐശ്വര്യം കൊണ്ട് അഹങ്കരിച്ചവരാണ് ഞങ്ങൾ, വിവേകമില്ലാത്തവരായി തമ്മിൽ തല്ലിക്കൊണ്ട് ജയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പരസ്പരം ഒരു രാജാവ് മറ്റേ രാജാവിനെ കൂട്ടിപ്പിടിച്ച് മറ്റവനെ ഒറ്റ കൊടുക്കുക, ഇങ്ങനെയൊക്കെയല്ലേ ഇവിടെ നടന്നിട്ടുള്ളത്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നവരാ അല്ലേ, പരസ്പര വിരോധം വളർത്തിയും നിരപരാധികളായ പ്രജകളെ കൊന്നും നിർദ്ദയരായി ഭഗവാനെ നാമജപിക്കുകയോ ഭഗവാനെ ഓർക്കുകയോ ഭഗവത് കഥകൾ കേൾക്കുകയോ ഒന്നും ചെയ്യാതെ സഞ്ചരിച്ചിരുന്നവരാ. കാലസ്വരൂപനാണങ്ങ്, ആർക്കും തടയാൻ കഴിയില്ല അവിടുത്തെ കാലത്തെ. ആ കാലസ്വരൂപിയായ അവിടുത്തെ പ്രഭാവം കൊണ്ട് ഞങ്ങളുടെ രാജ്യവും പോയി, ഞങ്ങളുടെ ഐശ്വര്യവും പോയി, ഞങ്ങളുടെ സ്ഥാനമാനങ്ങളും പോയി. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് അഹങ്കാരം പോയി അവിടുത്തെ പാതാരവിന്ദങ്ങളെ സ്മരിക്കാനും ആശ്രയിക്കാനും ഞങ്ങൾക്ക് സാധിച്ചത്. അതിന് അവസരമുണ്ടാക്കി തരില്ലേ ഇപ്പോൾ ജരാസന്ധൻ ചെയ്ത്. ആ നിലയ്ക്ക് ജരാസന്ധൻ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമല്ലേ ചെയ്ത്. അവനിങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നോ ഈ സ്ഥാനവും സമ്പത്തും ഐശ്വര്യവും ശാശ്വതമല്ല, ശാശ്വതം അങ്ങ് മാത്രമാണ്, അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വ മാം എന്നാണ് ഈ കൃഷ്ണഭഗവാൻ പറഞ്ഞേക്കണേ നമ്മളോട്, അല്ലേ. ഇതയിൽ ഈ ലോകം അനിത്യവും ഇവിടെ ദുഃഖമേ ഉള്ളൂ, നിത്യനും സുഖസ്വരൂപനും ഞാൻ മാത്രമാണ്, എന്നെ ആശ്രയിക്കൂ എന്നാണ് അവിടുന്ന് അരുളി ചെയ്തിരിക്കുന്നത്. ഇത് സ്വയം നമുക്ക് ബോധ്യം വന്നാലേ നമ്മൾ ആ ഭഗവാനെ ആശ്രയിക്കുള്ളൂ. അത് അനുഭവപ്പെടുത്തി കൊടുത്തല്ലോ ഇപ്പോൾ അവർക്ക്. അതുകൊണ്ട് ഞങ്ങൾ ഇവനോട് കടപ്പെട്ടിരിക്കണോ, ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ എന്നും ഭക്തി ഉണ്ടാവണമേ ഭഗവാനെ എന്ന് പറഞ്ഞ് ഭഗവാനെ ആശ്രയിച്ചു. എന്നിട്ട് പറയാണ്, കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. തന്നെ ആശ്രയിക്കുന്ന, നമസ്കരിക്കുന്ന, സ്മരിക്കുന്നവരെ എല്ലാവിധ ക്ലേശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപങ്ങളും എല്ലാം നശിക്കുന്നതിനല്ലേ അങ്ങ്. ഭക്തന്മാരുടെ പാപത്തിൻ്റെ ഫലമായിട്ടുള്ള കഷ്ടങ്ങളെ ഒക്കെ ഇല്ലാണ്ടാക്കണമെന്നല്ലേ അങ്ങ്. വേദസ്വരൂപനാണ്, വേദങ്ങളാൽ മാത്രം അറിയാൻ കഴിയുന്നവനാണ്, ഗോവിന്ദനാണ്, വസുദേവപുത്രനായി പിറന്നവനാണ്. അങ്ങനെയുള്ള ഭഗവാനെ ശ്രീകൃഷ്ണ അവിടത്തേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. എന്താ ഒരു ഭഗവാനോട് ചോദിച്ചത്? ഭഗവാനിൽ അചഞ്ചലമായ നിഷ്കളങ്കമായ ഭക്തി ഉണ്ടാകണമെന്ന് അവർ പ്രാർത്ഥിച്ചത്.
അത് ബാക്കി ഭൗതികമായി എന്തുണ്ടായാലും കിട്ടില്ല. അതൊക്കെ നശ്വരമാണ്. സ്വയം ജീവിതാനുഭവം കൊണ്ട് ബോധ്യം വന്നു. ഭഗവാനെ ആശ്രയിക്കാൻ, ഭഗവാനെ സേവിക്കാൻ മനസ്സ് വന്നു. ഭഗവത് ഭക്തിയാണ് കാര്യമായിട്ടുള്ളത് മനസ്സിലായി. അവർ ഭഗവാനെ പ്രാർത്ഥിച്ചു. ഭഗവാൻ അവരോട് പറഞ്ഞു, അദ്യ പ്രഭൃതിവോ ഭൂപ മയി ആത്മനി അഖിലേശ്വരേ സുദൃഢാജായതേ ഭക്തി ബാഠം ആശംസിതം തഥാ. ഇങ്ങനെ അനുഭവത്തിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ അത് ഉറയ്ക്കും, പിന്നെ മറന്നുമില്ല. അത് നമ്മൾ കേൾക്കുള്ളൂ, നമുക്കവിടെ ഉറപ്പ് വരില്ല അല്ലേ, പിന്നെ സംശയം തോന്നും അല്ലേ. ഇപ്പോൾ ഇവർക്ക് മനസ്സിലായി എന്ത്, രാജ്യവും ഭോഗവും സ്ഥാനവും മാനവും എല്ലാം നശ്വരമാണ്, ഭഗവാൻ മാത്രമാണ് ശാശ്വതമെന്ന് ബോധ്യമായി. അപ്പോൾ പറയുകയാണ് ഭഗവാൻ, രാജാക്കന്മാരെ, ഇന്ന് മുതൽ സർവേശ്വരനും എല്ലാവരുടെ ഉള്ളിലും അന്തര്യാമിയായ ആത്മസ്വരൂപനായിരിക്കുന്നവനാണ് ഞാൻ. എങ്ങനെ ഉള്ള എൻ്റെ പാതാരവിന്ദങ്ങളിൽ നിങ്ങൾക്ക് ഉറച്ച ഭക്തി ഉണ്ടാവട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കണു. ഭാഗ്യം കൊണ്ടാണ് നിങ്ങൾക്ക് വിഷയങ്ങളിൽ വിരക്തി ജനിച്ചത് എന്ന്. പ്രപഞ്ച വിഷയങ്ങളുടെ നശ്വരത ബോധ്യമാവാൻ എളുപ്പമല്ല. ആ വിരക്തി ഉണ്ടായാലേ ഭക്തി ദൃഢമാവുള്ളൂ. അതാണ് പോയിൻ്റ്. ഭക്തി ഉണ്ടാവതിന് എന്തു ചെയ്യൂ കൃഷ്ണ? ഭക്തി ഉണ്ടാവൂ വിരക്തി കൊണ്ടേ എന്നാണ് പറയണേ അല്ലേ. ആസക്തിയും ഭക്തിയും കൂടി ഒന്നിച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഭാഗ്യം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിരക്തി ഉണ്ടായത്. നിങ്ങൾ പറഞ്ഞ ഓരോന്നും അക്ഷരം സത്യമാണ്. സമ്പത്ത് വളർന്നവർക്ക് വളരും തോറും അഹങ്കാരം കൂട്ടുകാരായിട്ട് വരും, മതമുണ്ടാവും. ഇതൊക്കെ ഞാൻ വ്യക്തമായി കാണുന്നുണ്ട്. ഭഗവാൻ ഒരു ലിസ്റ്റ് തന്നെ പറഞ്ഞു അല്ലേ. ഹൈഹയോ നകുഷോ വേനോ രാവണോ നരകോ വരേ ശ്രീമതാൽ ഭ്രംശിതസ്ഥാനാത് ദേവദൈത്യ നരേശ്വരാഹ. ദേവന്മാരുടെ ഇടയിലായാലും അസുരന്മാരുടെ ഇടയിലായാലും രാക്ഷസന്മാരുടെ ഇടയിലായാലും മനുഷ്യരുടെ ഇടയിലായാലും എത്രയെത്ര ആൾക്കാരുണ്ടായിരുന്നത്. സ്ഥാനമാനം കൊണ്ടും ഐശ്വര്യം കൊണ്ട് അഹങ്കരിച്ച് അതപ്പതിച്ചവരാ അല്ലേ. കാർത്തവീര്യാർജുനൻ മഹാതപസ്വിയായ മഹർഷിയെ ദ്രോഹിക്കാൻ പോയില്ലേ. നഹുഷൻ ദേവലോകത്ത് സ്വർഗപദവി ഇന്ദ്രപദവി എത്തില്ലേ. ഇന്ദ്രൻ്റെ പത്നിയെ ഭാപിക്കുന്നത് മോഹിച്ചു അല്ലേ. വേനൻ അല്ലേ അധർമ്മം ദുഷ്കൃതങ്ങളും മഹർഷിമാരെ പോലും ധിക്കരിച്ചു അല്ലേ. രാവണൻ ശ്രീരാമൻ്റെ പത്നിയായി സീതയെ അപഹരിച്ചു കൊണ്ടുപോയതിൻ്റെ പേരില്ലേ. നരകാസുരൻ ദേവന്മാരെയും ലോകപാലകന്മാരെയും ഒക്കെ ദ്രോഹിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ എത്ര ആൾക്കാരാണ് ഐശ്വര്യ മതം കൊണ്ട് അഹങ്കരിച്ച് അതപ്പതിച്ചത്. ഒന്ന് മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ. ഉണ്ടായത് എന്തൊക്കെയാണോ, എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ഇല്ലാണ്ടാവും. അതിനൊക്കെ നാശമുണ്ട്. എല്ലാപ്പോഴും ഉള്ള വസ്തുവിന് നാശമില്ല. ഉള്ള വസ്തു ഭഗവാനാണ്. ഇതൊക്കെ എവിടെ നിന്നാണ് ഉണ്ടായത്? ഭഗവാനല്ലേ ഉണ്ടായത്. ഭഗവാനിലല്ലേ നിലനിൽക്കുന്നത്. ഭഗവാനെ കൊണ്ടല്ലേ നിലനിൽക്കുന്നത്. ഭഗവാനിലേക്കല്ലേ പോണത്. അപ്പോൾ മനസ്സിലാക്കിക്കൂടെ, ഉണ്ടായതൊക്കെ നശിച്ചു പോവും. നശിക്കുന്നതിനെ ആശ്രയിച്ചാൽ ദുഃഖിക്കേണ്ടി വരും. നശിക്കാത്ത, ഉണ്ടായതല്ലാത്ത, ഇല്ലാണ്ടാവാത്ത എന്നുമുള്ളതായ നിത്യവസ്തുവാണ്, സ്വരൂപനാണ് ഭഗവാൻ. അതുകൊണ്ട് ആ ഭഗവാനെ ആശ്രയിച്ചാൽ മാത്രമേ ശാശ്വതമായിട്ടുള്ളതായ സത്യസാക്ഷാത്കാരവും ശാന്തിയും സുഖവും സമാധാനവും എല്ലാം ഉണ്ടാവുള്ളൂ. ശരീരം നശിക്കും, ശാരീരിക സുഖങ്ങൾ നശിക്കും, ഈ ഭോഗങ്ങൾ നശിക്കും, സ്ഥാനമാനങ്ങൾ നശിക്കും, എല്ലാം നശിക്കും. ഇതറിഞ്ഞ് നശിക്കുന്നതിലുള്ള താല്പര്യത്തെ, മോഹത്തെ, കൊതിയെ വിടണം. പിന്നെയോ നിങ്ങൾ പോയിട്ട് ഇതുവരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രാജ്യം ഭരിച്ചത് അല്ലേ. ഇവർക്ക് വിരക്തിയൊന്നും ഇനി ഒന്നും വേണ്ട, രാജ്യം വേണ്ട, ഭോഗം വേണ്ട, ഭഗവത് ഭക്തി മതിയാ പറഞ്ഞു. അത് പറ്റില്ല. ഇത്രയും കാലം നിങ്ങൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഭരിച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേ രാജ്യം ഭരിക്കണം, പ്രജകളെ ധർമാനുസമായി പരിപാലിക്കണം. എന്തിനു വേണ്ടിയിട്ട്? എൻ്റെ സന്തോഷത്തിന് വേണ്ടി. നമുക്കുള്ളതാ. നമ്മൾ റിട്ടയർമെൻറ്റ് വരെ നമുക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അവരെ നേരെയാക്കാൻ വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി ജോലി എടുത്തു അല്ലേ. ആഫ്റ്റർ റിട്ടയർമെൻറ്റ് വാട്ട് ആർ യു ഗോയിങ് ടു ഡു? സെയിം അത് തന്നെ തുടരുകയാണ്. റിട്ടയർമെൻറ്റിന് ശേഷം പണത്തിന് വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ പലരും ചെയ്യുന്നത്. അങ്ങനെയല്ല. റിട്ടയർ ചെയ്താലും റിട്ടയർഡ് ബട്ട് നോട്ട് ടയേർഡ് അല്ലേ. എനിക്ക് നല്ല ഊർജ്ജമുണ്ട്, ഞാൻ ഉന്മേഷഭരിതനാണ്. പക്ഷെ എന്ത് ചെയ്യണം? സൊസൈറ്റിയെ സെർവ് ചെയ്യൂ. ഈശ്വരനാണ് ഈ പ്രപഞ്ചം, വിശ്വം വിഷ്ണുവാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകസേവയെ ഈശ്വരപൂജയായി ചെയ്യൂ. നിഷ്കാമമായി ഈശ്വരൻ സന്തോഷിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഈശ്വരപ്രീതിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നാം കർമ്മത്തെ ചെയ്യണം. അല്ലാതെ വെറുതെ ഇരിക്കാൻ പാടില്ല. ഇത് ഭഗവാൻ ഈ രാജാക്കന്മാരോട് മാത്രം പറയണതല്ല, നമ്മളോടുകൂടിയും പറയണതാണ്. എന്താ? നമുക്ക് വേണ്ടി നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ, സകാമമായി ചെയ്യുമ്പോൾ അതുകൊണ്ട് വാസനകൾ വർദ്ധിച്ച് വീണ്ടും ജന്മങ്ങൾ കൂടുകയുള്ളൂ. നേരെ മറിച്ച് ഈശ്വരന് വേണ്ടി കർമ്മം ചെയ്യുമ്പോഴോ കർമ്മവാസനകളെല്ലാം നിശേഷം ക്ഷയിച്ച് മനസ്സ് ശുദ്ധമായി, ഭക്തി ഉണ്ടായി, മനസ്സ് ഭഗവാനോട് ചേരും. പിന്നെ ജനനമരണങ്ങൾപ്പെട്ട് കഷ്ടപ്പെടേണ്ടി വരില്ല. ഇതും പറഞ്ഞു പോരാ. അതും പോരാ, വംശാഭിവൃദ്ധി വേണം. അതിനു വേണ്ടിയിട്ട് സന്തതി ഉൽപ്പാദനം ചെയ്യണം. ഇന്നത്തെ ന്യൂ ജെന്നൊക്കെ കഥ പറഞ്ഞ് പഠിപ്പിക്കണം. ഇന്നത്തെ ന്യൂ ജെൻ എന്താണ് ട്രെൻഡ്? കല്യാണം കഴിക്കണമെന്ന് പ്രസവിക്കില്ല എന്ന് പെണ്ണിൻ്റെ കോൺട്രാക്റ്റാണ്. ഇപ്പോൾ ഇന്നലെ ഒരു വീട്ടിൽ ഭിക്ഷയ്ക്ക് പോയി ഇടയിൽ അവർ പറയാണ്, എന്താ കല്യാണം കഴിച്ചിട്ട് കുട്ടികളൊന്നും ഇല്ല മക്കൾക്ക്. അവർ പറയും, അച്ഛനും അമ്മയും കുട്ടികളെ നോക്കാൻ വരികയെങ്കിൽ ഞങ്ങൾ പ്രസവിക്കുക, കുട്ടികളുണ്ടാവാന്ന് പറയാ. എവിടെ? അവർ അമേരിക്കയിലും ദുബായിലൊക്കെയാണ്. ഞങ്ങൾക്ക് വയ്യ കുട്ടികളെ നോക്കാൻ, നിങ്ങൾ വരുമോ? ഞങ്ങൾ വരില്ല. ഇതാണ് ആൾക്കാരുടെ ട്രെൻഡ്. വംശാഭിവൃദ്ധി വേണ്ടേ?
പിണ്ണം വെക്കണ്ടേ, മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശാന്തോട്ടൻ്റെ അതിന് കുണ്ടികളുണ്ടാവണം, ഇതൊക്കെ കല്യാണം കഴിച്ചിട്ട് പറഞ്ഞാൽ പോരാ. ചെറിയ മക്കളാകുമ്പോൾ ഇത്തരം കഥകൾ പറഞ്ഞു കൊടുത്ത് ആ ഭാരത സംസ്കാരത്തെ, ഹിന്ദു ധർമ്മത്തെ അവരിൽ പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് മക്കളൊക്കെ ഇങ്ങനെയാവണത്. മനസ്സിലായോ? അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ വംശാഭിവൃദ്ധിക്ക് വേണ്ടി സന്തതികളെ ഉൽപ്പാദിപ്പിക്കണം. അതത് സമയത്ത് വന്നു ചേരുന്ന കർമ്മം നമ്മൾ ഈശ്വരാർപ്പണമായി ചെയ്താലും നമുക്കെല്ലാം നല്ലത് തന്നെയായിട്ട് വരുന്ന പറയാൻ പറ്റില്ല. ഓരോ സന്ദർഭത്തിൽ നമുക്ക് വന്നു ചേരുന്ന അനുഭവങ്ങൾ ചിലപ്പോൾ അനുകൂലവും ചിലപ്പോൾ പ്രതികൂലവും. അതുകൊണ്ടുണ്ടാകുന്ന സുഖത്തെയും ദുഃഖത്തെയൊക്കെ ചിന്തയാവലാതിയൊന്നും കൂടാതെ അത് എൻ്റെ അനുഗ്രഹവും പ്രസാദവുമായി സ്വീകരിച്ചുകൊണ്ട് അനുഭവിച്ച് ജീവിക്കുക. ഈ ശരീരത്തോടും സംബന്ധികളോടുമുള്ളതായ ആ ആസക്തിയെ വിട്ട് അതിലൊക്കെ ഉദാസീനരായിട്ട് മനസ്സിനെ നിത്യനും ശാശ്വതനും ആനന്ദസ്വരൂപനും നിങ്ങളുടെ ആത്മാവുമായ എന്നിൽ ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കുവിൻ. അങ്ങനെയായാലോ നിങ്ങൾക്ക് അവസാനം എൻ്റെ അനുഭൂതി ഉണ്ടാവും, എൻ്റെ പ്രാപ്തി ഉണ്ടാവും എന്ന് പറഞ്ഞും ആ രാജാക്കന്മാരൊക്കെ അനുഗ്രഹിച്ചും വെച്ചിട്ട് ഭഗവാൻ രാജകീയമായിട്ട്, ഇതുവരെ അടിമകളായി കഴിഞ്ഞവരാണ് അല്ലേ, അവരെ രാജകീയമായ ബഹുമതികളോടുകൂടി അവരവരെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയച്ചു. അവരവിടെ പോയിട്ടോ ഭഗവാന്റെ വാത്സല്യത്തെയും കാരുണ്യത്തെയും മുക്തകണ്ഠൻ തൻ്റെ പ്രജകളോടൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്നാം തരം സത്സംഗം നടത്തിയവരെന്നർത്ഥം. ഭഗവാനെക്കുറിച്ചും ഭഗവാന്റെ മഹിമയും പറയാൻ വെച്ചാൽ സത്സംഗമാണ് അല്ലേ. അങ്ങനെ രാജാക്കന്മാരൊക്കെ തൻ്റെ രാജ്യങ്ങളിൽ മടങ്ങിപ്പോയി അവിടുത്തെ പ്രജകൾക്കൊക്കെ പറഞ്ഞു കൊടുത്തു. അതുപോലെ പ്രജാപരിപാലനം ചെയ്തു. അതിനുശേഷം ഇവരെയൊക്കെ മോചിപ്പിച്ച സഹദേവനോട് യാത്രയും പറഞ്ഞും വെച്ച് ഭീമാർജുനന്മാരോടുകൂടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചു വരിക. ഭഗവാന്റെ ശംഖധ്വനി കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഭഗവാൻ കാര്യം സാധിച്ചിട്ടാണ് വരണേന്നല്ലേ. ധർമ്മപുത്ര മഹാരാജാവിന് ആനന്ദ കണ്ണീര് കൊണ്ട് കണ്ണീര് നിയന്ത്രിക്കാനായില്ല. ഓടി വന്ന് ഭഗവാനെ നമസ്കരിക്കണു, ആലിംഗനം ചെയ്യുന്നു. അതിനുശേഷം പറഞ്ഞു, രാജൻ ഏറ്റവും വലിയ കാര്യം സാധിച്ചു. ഇതായിരുന്നു ബുദ്ധിമുട്ടുള്ളത്, എന്ത്? ജരാസന്ധനെ ജയിക്കുക എന്നുള്ളത് അല്ലേ. അത് എന്തായാലും ഭീമസേനൻ സാധിച്ചിരിക്കണം. ഇനി അങ്ങ് മഹർഷിമാരെയൊക്കെ വിളിച്ചു വരുത്തി ഗംഭീരമായിട്ട് യാഗത്തിനുള്ള ഒരുക്കങ്ങൾ കൂട്ടിക്കൊള്ളൂ എന്ന് എല്ലാവരെയും വിളിച്ചു വരുത്തി. എത്രയെത്ര മഹർഷിമാരാ! സ്മരണമാത്രയിൽ നമ്മുടെ ഭാവം നശിപ്പിക്കുന്നവരെ അവരൊക്കെ, മനസ്സിലായോ? നമ്മൾ ഓർത്താൽ മതി. വേദവ്യാസൻ, ഭരദ്വാജൻ, സുമന്തു, ഗൗതമൻ, അസിതൻ, വസിഷ്ഠൻ, ച്യവനൻ, കണ്വൻ, മൈത്രേയൻ, കവശൻ, ത്രിതൻ, വിശ്വാമിത്രൻ, വാമദേവൻ, സുമതി, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒത്തിരി ഒരു ലിസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. 3-4 ശ്ലോകം ഈ മഹർഷിമാരുടെ പേര് പറയാൻ വേണ്ടി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അർത്ഥം. ഇങ്ങനെയുള്ള മഹർഷിമാരെയൊക്കെയാണ് ഋത്വിക്കുകളായിട്ട് സ്വീകരിച്ചത്. അതുപോലെയോ ബന്ധുമിത്രാദികളെ ആദരിക്കേണ്ടവരെ, ഭീഷ്മരെ, ദ്രോണാചാര്യരെ, കൃപാചാര്യരെയൊക്കെ ക്ഷണിച്ചു കൂട്ടിയിട്ട് വന്നു. ധൃതരാഷ്ട്ര മഹാരാജാവ് കുടുംബത്തോടുകൂടി വന്നു. വിതുരനെ പ്രത്യേകം ക്ഷണിച്ചു. എല്ലാവരും വന്നു. അനേകം ഭക്തന്മാർ, രാജാക്കന്മാർ, ആ രാജ്യത്തിലുള്ളതായ അസംഖ്യം പ്രജകൾ, ഇവരെല്ലാവരും അവിടെ വന്നു ചേർന്നു. എല്ലാവർക്കും താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതൊക്കെ വേണ്ട പോലെ ചെയ്യിച്ചു. അതിനുശേഷം ഋത്വിക്കുകൾ യാഗഭൂമിയെ സ്വർണ്ണക്കലപ്പ കൊണ്ട് ഒഴിപ്പിച്ചു. വരുണൻ പണ്ട് രാജസൂയം നടത്തിയിട്ടുണ്ട്. ഒക്കെ സ്വർണ്ണ പാത്രങ്ങളെ, ഒക്കെ സ്വർണ്ണ അത്ര അതിൽ ഉപയോഗിച്ചിരുന്നത്. ആ വരുണൻ യാഗം നടത്തിയ പോലെയായിരുന്നു അത്രേ ഇതും. എല്ലാ രാജസൂയത്തിലെ ഉപകരണങ്ങളും സ്വർണം കൊണ്ടുണ്ടാക്കിയതായിരുന്നു അത്രയും അർത്ഥം. ഇന്ദ്രൻ, വരുണൻ മുതലായ ലോകപാലകന്മാരൊക്കെ പ്രത്യക്ഷമാണ് അവിടെ. ബ്രഹ്മദേവനുണ്ട്, ശിവപരമേശ്വരനുണ്ട്, ദേവശ്രാഷ്ടന്മാരുണ്ട്, സിദ്ധന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, നാഗങ്ങൾ, ഋഷിമുനികൾ, യക്ഷന്മാർ, രാക്ഷസന്മാർ, ചാരണന്മാർ, മഹാരാജാക്കന്മാർ, അവരുടെ പത്നിമാർ, ഭക്തജനങ്ങൾ എന്ന് വേണ്ട ആരൊക്കെ അവിടെ ഇല്ലാതിരുന്നത്. ഇത്ര കേമായിരുന്നു ആ യാഗത്രേ. അങ്ങനെ മഹാരാജാവിൻ്റെ ആ യാഗം ഭഗവാൻ ഒരു കൃഷ്ണനല്ല, 1000 കൃഷ്ണനായിട്ട് എവിടെ ഓടി നടക്കുന്നുണ്ട് അല്ലേ. എല്ലാത്തിനും എവിടെ നോക്കിയാലും കൃഷ്ണൻ ഉണ്ട് നത്തം. മന്ത്രം ഹോമം നടത്തുന്ന സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം വന്നാൽ ഉടനെ കൃഷ്ണൻ അവിടെ എത്തി ആ മന്ത്രം പറഞ്ഞു കൊടുക്കാൻ അല്ലേ. അതുപോലെ ആഹാരത്തിൻ്റെ അവിടെ എന്തെങ്കിലും കുറവ് വന്നാൽ ഉടനെ അത് പരിഹരിക്കാൻ ഭഗവാൻ അവിടെ ഉണ്ട് നത്തം. വരുന്ന ആൾക്കാരെ, മഹാന്മാരായ ഋഷിമുനികളൊക്കെ കാല് കഴിച്ച് തുടപ്പിച്ച് പാദപൂജ ചെയ്യാൻ അവിടെയുണ്ട് കൃഷ്ണൻ നത്തം അല്ലേ. ഊണ് കഴിയിട്ട് ആൾക്കാരിങ്ങനെ ഇടി പുറത്ത് നിൽക്കുക. അവർ എണീക്കുമ്പോഴേക്കും അതിൽ എടുത്ത് തളിക്കുമ്പോഴേക്കും എന്താ തയ്യാറായി ഇടി കയറി ഇരുന്ന് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇലെടുക്കാൻ ആളില്ല, ഇലെടുക്കണ്ടേ, തളിച്ച് തുടങ്ങണ്ട, അതിന് കൃഷ്ണനുണ്ട് അവിടെ. വിളമ്പി എത്തിയില്ല വെച്ചാലോ ഒരു പാത്രം എടുത്തുകൊണ്ട് കൃഷ്ണനുണ്ട് വിളമ്പാൻ ഓടാൻ അല്ലേ. ഇങ്ങനെ എല്ലാത്തിനും ഉണ്ട് കൃഷ്ണൻ. ഉപദേശം കൊടുക്കണോ, സംശയം തീർക്കണോ, അതിനുണ്ട് കൃഷ്ണൻ. ഇങ്ങനെ എങ്ങും നിറഞ്ഞു നിന്ന കൃഷ്ണ വൈഭവമായിരുന്നു രാജസൂയ യാഗം എന്ന് പറഞ്ഞാൽ. അതിനുശേഷം ഗംഭീരമായി ഋത്വിക്കുകൾ ധർമ്മപുത്ര മഹാരാജാവിനെ കൊണ്ട് ഏൽപ്പിച്ചു. സോമപാന ദിവസം ധർമ്മപുത്ര മഹാരാജാവ് ഋത്വിക്കുകളെ പൂജിച്ചു, മഹർഷിമാരെ പൂജിച്ചു, സഭയിൽ പ്രധാനികളായിട്ടുള്ള ആൾക്കാരെയൊക്കെ പൂജിച്ചു. 34 മാസം നീണ്ടു നിന്ന ആ യാഗം ഭഗവത്കൃപ കൊണ്ട് ഗംഭീരമായി നടന്നു. അത് പരിപൂർണമാവണമെങ്കിലോ ഏറ്റവും സർവാരാധ്യനായിട്ടുള്ള ഒരാളെ അഗ്രാസനത്തിത്തി പൂജ ചെയ്യണം. ആരെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ നേരത്തെ തന്നെ ഇവർ മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പൂജയുടെ ഉത്തരവാദിത്വം സഹദേവനായിരുന്നു. സഹദേവൻ ഇവരിൽ പ്രായം കൊണ്ട്, പാണ്ഡവന്മാരിൽ പ്രായം കൊണ്ട് ഇളയവനാണെങ്കിലും അറിവ് കൊണ്ട് മുതിർന്നവനാണ്, മഹാജ്ഞാനിയായിരുന്നു.
അദ്ദേഹം പറഞ്ഞു, എന്താ അത്ര സംശയിക്കുന്നത്, ശ്രീകൃഷ്ണനെയാണ് അഗ്രാസനത്തിൽ പൂജിക്കേണ്ടത്. വെറുതെ അദ്ദേഹം അങ്ങനെ പറയല്ല, അതിന് പ്രമാണം പറഞ്ഞു. അർഹതി അച്യുത ശ്രൈഷ്ഠ്യം ഭഗവാൻ സത്വദമ്പതി ഏഷ വൈ ദേവതാ സർവ ദേശകാലധനാദയ. ദേശമായും കാലമായും ഈ യാഗത്തിൽ ഉപയോഗിക്കുന്ന സകല പദാർത്ഥങ്ങളായും എല്ലാ ദേവതകളായും ഒക്കെ ഇരിക്കുന്നത് ആരാണോ ആ ഭഗവാനാണ് ശ്രീകൃഷ്ണൻ എന്നുള്ളതുകൊണ്ട് ശ്രീകൃഷ്ണനെയാണ് പൂജിക്കേണ്ടത്. യഥാത്മകമിതം വിശ്വം കൃതവശ്ചയതാത്മകാഃ അഗ്നി ആഹുതയോ മന്ത്ര സാഖ്യം യോഗശ്ചയത്പര. ഏതൊരുവൻ ആണോ ഈ പ്രപഞ്ചമായിരിക്കുന്നത്, ഏതൊരു ഭഗവാന്റെ വിസ്താരമാണോ ഈ ലോകം, ഏതൊരുവനാണോ ഈ പ്രപഞ്ചത്തിൽ സകല ചരാചരങ്ങളുടെ ഉള്ളിലും അന്തര്യാമിയായി ആത്മസ്വരൂപനായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്, ആ ആഹൂതി കൊടുക്കുന്ന പദാർത്ഥങ്ങളും ആ ആഹൂതിയെ സ്വീകരിക്കുന്ന അഗ്നിയും അതിനുപയോഗിക്കുന്ന മന്ത്രവും സാഖ്യം യോഗം എന്നുള്ളതായ സാധന മാർഗങ്ങളുമൊക്കെ ഏതൊരുവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയും ഏതൊരുവനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടുമാണോ അതൊക്കെ ഈ കൃഷ്ണനാ. ഈ കൃഷ്ണന് വേറിട്ട് അഗ്നിയില്ല, മന്ത്രമില്ല, തന്ത്രമില്ല, ദേവതയില്ല, ഋത്തുക്കുകളില്ല, ഒന്നുമില്ല. എല്ലാ ദേശവും കാലവും വസ്തുവൊക്കെ അവനാണ്. അങ്ങനെയുള്ള അവനെ കൂടാതെ രണ്ടാമതൊരു വസ്തുവില്ല. ഏകേവ അദ്വിതീയോസൗ ഐതദാത്മ്യമിതം ജഗത് ആത്മനാ ആത്മാശ്രയസഭ്യ സൃജത്യവതിഹന്ത്യജ. ഭഗവാനെ ഏകനേ ഉള്ളൂ. ഇവിടെ പല വസ്തുവില്ല. ആ ഏകനായ ഭഗവാനെയാണ് പലതായി നമ്മൾ കാണുന്നത്. ഐതദാത്മ്യമിതം ജഗത് ഉപനിഷത്ത് മന്ത്രമാണ് പറയണത് അദ്ദേഹം. ഈ ലോകം മുഴുവനും സദൈവ സൗമ്യ ഇതമഗ്രാസീന്ന ഇതൊക്കെ ഉണ്ടാവണതിന് മുമ്പ് ഏകനായ ആത്മാവ് മാത്രമേ ഉണ്ടായുള്ളൂ, അല്ലെ ആ സത്വവസ്തു മാത്രമേ ഉണ്ടായുള്ളൂ. അതുതന്നെയാണ് ഇപ്പോഴും ഉള്ളൂ. അതാണ് ഈ ഭഗവാൻ കൃഷ്ണൻ. അതുകൊണ്ട് ആ കൃഷ്ണനെ പൂജിച്ചാൽ എല്ലാവരെയും പൂജിച്ചു, സകല ദേവതകളെയും പൂജിച്ചു, സർവചരാചരങ്ങളെയും പൂജിച്ചു. അതുകൊണ്ട് തസ്മാത് കൃഷ്ണായ മഹതേ ദീയതാം പരമാർഹണം ഏവഞ്ചേൽ സർവഭൂതാനം ആത്മനശ്ചാർഹണം ഭവേത്. മരത്തിൻ്റെ വേരിൽ വെള്ളമൊഴിച്ചാൽ കൊമ്പിനും ചെല്ലയ്ക്കും എല്ലയ്ക്കും ഒക്കെ കിട്ടൂലേ. ഇതുപോലെയാണ് ഈ പ്രപഞ്ചമാകുന്ന മഹാവൃക്ഷത്തിൻ്റെ നാരായ പേരാണ് അവിടെ നാരായണൻ, അല്ലേ? അവിടത്തെ സേവിച്ചു, അവിടത്തെ ആരാധിച്ചു വെച്ചാലോ, അവിടത്തെ സന്തോഷിപ്പിച്ചാലോ ഈ ലോകത്തിന് മുഴുവൻ തൃപ്തിയായി. അതുകൊണ്ട് കൃഷ്ണനെയാണ് ആരാധിക്കേണ്ടത്, കൃഷ്ണനെയാണ് പൂജിക്കേണ്ടത്. എന്നാലോ സർവ്വഭൂതങ്ങളും തൃപ്തരായിത്തീരും, സർവ്വദേവതകളും സന്തുഷ്ടരായിത്തീരും എന്നപ്പോൾ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. പക്ഷേ ധർമ്മപുത്രൻ വിചാരിച്ചു, അനിയൻ കുട്ടിയല്ലേ, അവൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് വരാൻ പാടില്ല. ഭീഷ്മർ കാരണവരൊക്കെ ഇരിക്കല്ലേ. മുത്തശ്ശനോട് ചോദിച്ചു, മുത്തശ്ശ അവിടുത്തെ അഭിപ്രായം എന്താ? അത് തന്നെ, ഇവിടെ ശ്രീകൃഷ്ണൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇനി വേറൊരാളെ പൂജിക്കണ കാര്യം ചിന്തയിൽ വരാനേ പാടില്ല, അല്ലേ? സർവാരാധ്യനായ ഭഗവാനെ ഭീഷ്മർക്കറിയാം കൃഷ്ണൻ ആര്, സാക്ഷാൽ സച്ചിദാനന്ദ വിഗ്രഹനാണ്, അല്ലേ? ലീലയ്ക്ക് വേണ്ടിയിട്ട് ഈ മനുഷ്യരൂപം സ്വീകരിച്ച് വിഷം കെട്ടി അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ, ഈ പാണ്ഡവന്മാർക്ക് പറഞ്ഞു കൊടുത്തല്ലേ സംശയം തീർക്കാൻ പോയപ്പോൾ ഭീഷ്മരുടെ സ്തുതിയിൽ, അല്ലേ? ഏഷവൈ ഭഗവാൻ സാക്ഷാൽ ആദ്യോ നാരായണപ്പുമാൻ. മായ കൊണ്ട് തൻ്റെ വേഷത്തെ മറച്ച് ഗൂഢം ചരതി വിഷ്ണുഷു. നിങ്ങൾ വിഷ്ണുകളുടെ ഇടയിൽ ഒരാളായിട്ട് എല്ലാവരെയും പറ്റിച്ച് നടക്കുക, മായ കൊണ്ട് വേഷം മറച്ചിട്ട്. വാസ്തവത്തിൽ ആരാ? നാരായണ സ്വാമിയാണ്. അത് നിങ്ങൾ അങ്ങനെ അറിഞ്ഞ് ആശ്രയിച്ചില്ല, സേവിച്ചില്ല എന്നുള്ളതാണ് പാണ്ഡവന്മാരുടെ ദൂഷമായിട്ട് അന്ന് പറഞ്ഞു കൊടുത്തതല്ലേ. ഇവിടെ ധർമ്മപുത്രരുടെ ഭീഷ്മരുടെ അഭിപ്രായം തന്നെ, എല്ലാവരുടെയും അഭിപ്രായം, അറിവുള്ളവരുടെയൊക്കെ അഭിപ്രായം അതാണെന്ന് നടന്ന സമയത്ത് വളരെ സന്തോഷമായി. പോരാ, ഈ കൃഷ്ണൻ ആരാണ്? എല്ലാ ഈശ്വരീയമായ ഗുണങ്ങളും പൂർണ്ണമായിട്ടുള്ള ആളാണ്. ഭഗവാൻ എന്നൊരാളെ പറയാമെങ്കിൽ ആരെയാ പറയാൻ പറ്റുക? പട്ടേരിപ്പാട് പറഞ്ഞു, ഭഗവൽ ശബ്ദമുഖ്യാശ്രയോസി. ഗുരുവായൂരപ്പ കൃഷ്ണ അവിടത്തേക്ക് മാത്രമേ ഭഗവാൻ എന്നുള്ള വാക്ക് ശരിക്കും ചേരുള്ളൂ. മറ്റുള്ളവരൊക്കെ ഔപചാരികമായിട്ട് പറയാമെന്ന്. എന്തൊക്കെയാണ് ഭാഗങ്ങൾ? ഐശ്വര്യം, വീര്യം, ശ്രീ, യശസ്, ജ്ഞാനം, വൈരാഗ്യം, ഇവയുടെ പൂർണ്ണത ആരിലുണ്ടോ അവരാണ് ഭഗവാൻ. അതാരാണ്? ശ്രീകൃഷ്ണൻ മാത്രമാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണനെയാണ് അഗ്രാസന പൂജ ചെയ്യേണ്ടത്. എന്നാലോ ഈ യാഗത്തിൽ ഏതൊക്കെ ദേവതകളെ നമ്മൾ പൂജിച്ചോ അവരൊക്കെ സന്തുഷ്ടരായിത്തീരും. ദേശമായും കാലമായും യാഗത്തിന് വേണ്ട വസ്തുക്കളായും ഒക്കെ വിളങ്ങുന്നത് ഭഗവാനായി ആണ്, അല്ലേ? ഒരേ സ്വർണം എങ്ങനെയാണോ സകല ആഭരണങ്ങളായിട്ട് തോന്നപ്പെടുന്നത്, ഇതുപോലെയാണ് ഈ ഭഗവാനാണ് ഈ പ്രപഞ്ചമായിട്ടും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ദേവതകളായിട്ടും തോന്നപ്പെടുന്നത്, അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്നത്. അതുകൊണ്ട് അവിടത്തേക്ക് സമർപ്പിച്ചാൽ എല്ലാവരും സന്തോഷിക്കും എന്നങ്ങനെ പറഞ്ഞ സമയത്ത് വളരെ സന്തോഷമായി ധർമ്മപുത്ര മഹാരാജാവ്. എത്രയോ കാലമായിട്ട് മോഹിച്ചതാണല്ലേ സ്വർണ്ണ സിംഹാസനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ പിടിച്ചിരുത്തി. അദ്ദേഹത്തിന് സന്തോഷം കൊണ്ട് കണ്ണു കാണാനില്ലേ, സന്തോഷം കൊണ്ട് കരച്ചിൽ വരും, അല്ലേ? ദുഃഖം കൊണ്ടും കരച്ചിൽ വരും. ആനന്ദാശ്രുക്കളെ കൊണ്ട് കുടുകുടാന്ന് കണ്ണുനീരാണത്രേ ഭഗവാന്റെ കാലിൽ വീണത്. ആദ്യം ആനന്ദ അശ്രുക്കളെ കൊണ്ട്, ഭക്തൻ്റെ ആനന്ദക്കണ്ണീര് കൊണ്ട് ഭഗവാന്റെ പാദം കഴുകി, പിന്നെയാണ് കലശക്കുടത്തിൽ പൂജിച്ച ഇലം കൊണ്ട് കഴുകിയതത്രേ. എന്താ കാരണം? ഞാൻ ആരാ?
ഞാനൊരു നിസ്സാരൻ, ഒരു കഴിവില്ലാത്തവൻ, എന്നെക്കൊണ്ട് ഇതൊക്കെ നടത്തിക്കണമല്ലോ എൻ്റെ ഗുരുവായൂരപ്പൻ ഈ കൃഷ്ണൻ എന്നുള്ള വിചാരം. നമ്മളും അങ്ങനെ വരുമ്പോഴല്ലേ നമ്മുടെ മനസ്സും കണ്ണും ഹൃദയമൊക്കെ നിറയുക, അലിയുക. നമ്മൾ ആ ഭഗവാനോടുള്ള കടപ്പാടിനെ ഓർമ്മിക്കുക. ആലോചിച്ച് നോക്കൂ, നമുക്ക് എന്ത് കഴിയും അല്ലേ? നമുക്കൊരു സാമർഥ്യമില്ല, ഭഗവാൻ നമ്മളെ കൊണ്ടൊക്കെ ചെയ്യിക്കുക. ആ തിരിച്ചറിവ് വന്നില്ലേ? ഭഗവാനെ ഗംഭീരമായിട്ട് പാദപൂജ ചെയ്യണു. ആ പാദതീർത്ഥം താനും പത്നിയും സഹോദരങ്ങളും ഒക്കെ ശിരസിൽ തളിക്കണു, തീർത്ഥം സേവിക്കണു, അവിടെ കൂടിയുന്നവരെ മുഴുവൻ തളിക്കണു. ഇവിടുത്തെ ഈ പാദം കഴിയ വെള്ളമല്ലേ ഈ ലോകത്തെ മുഴുവൻ പരിശുദ്ധമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഗംഗയായത് അല്ലേ? ആ ഗംഗയല്ലേ ശ്രീപരമേശ്വരൻ പോലും സദാ തലേന്നെടുക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ പാദം കഴിയിക്കാനും പൂജിക്കാനും പാദതീർത്ഥം ശിരസിൽ ധരിക്കാനും സേവിക്കാനും ഭാഗ്യം ഉണ്ടായില്ലേ അവർക്ക്? അവരുടെ ഭാഗ്യം തന്നെ. എല്ലാവരും ഭഗവാന്റെ മാഹാത്മ്യത്തെക്കുറിച്ചും ആ ഭക്തന് സാധിച്ചുവല്ലോ, ധർമ്മപുത്ര മഹാരാജാവിൻ്റെ ഭാഗ്യത്തെക്കുറിച്ചും കൃഷ്ണൻ്റെ മഹിമയെക്കുറിച്ചും അങ്ങനെ പുകഴ്ത്താൻ തുടങ്ങി. ഇതങ്ങോട്ട് കേട്ട സമയത്ത് എല്ലാവരും ഭഗവാന്റെ മഹിമയെ കേട്ട് സന്തോഷിച്ചു. ആ ധർമ്മപുത്രൻ്റെ ഭാഗ്യത്തെ കണ്ടിട്ടും സന്തോഷിച്ചു. പക്ഷേ അത് കേട്ടിട്ട് ആ കൃഷ്ണ ഗുണ വർണ്ണന ജാത മഞ്ഞു എന്നാണ് പറഞ്ഞത്. മറ്റുള്ളവർക്കൊക്കെ സന്തോഷം കൊണ്ട് മനസ്സ് അലിഞ്ഞപ്പോൾ ഒരുത്തന് ക്രോധം കിടു വന്നു അത്രേ. ഇവിടുന്ന് ഇരച്ച് പാതിട്ടൊരു ഊർജ്ജം കിട മുകളിലേക്ക് കയറി വന്നു. അതാരാ? കുട്ടിക്കാലം അത് ഓർമ്മ വെച്ച നാൾ മുതൽ കൃഷ്ണനെ തെറി വിളിച്ച് നടക്കുന്ന ആളാ. പോരാത്തതിനൊരു കാരണമുണ്ടായി. തനിക്ക് നിശ്ചയിച്ചു വെച്ച പെണ്ണിനെ കൃഷ്ണൻ കട്ടുകൊണ്ടും പോയി അല്ലേ, രുക്മിണിയെ. അതോടുകൂടി ഇരട്ടിച്ചു ദേഷ്യം അല്ലേ. ഒക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് എണീറ്റു. കാലം പോയ പോക്കേ, പിള്ളേരുടെ വാക്കിനാണ് പ്രമാണം എന്ന്. ഇത്ര വലിയ മഹാന്മാരിവിടെ ഇരിക്കുക അല്ലേ, ഭീഷ്മര്, ദ്രോണര്, എത്രയോ രാജർഷികളുണ്ട്, ബ്രഹ്മർഷികളുണ്ട്, മഹായോഗീശ്വരന്മാരുണ്ട് ഇവിടെ. അവരെയൊക്കെ നിങ്ങൾ അപമാനിച്ചിരിക്കണു, ധിക്കരിച്ചിരിക്കണു. എങ്ങനെ? ഈ നിസ്സാരനായ അല്പനായ ഈ കൃഷ്ണനെ പൂജിച്ചതിലൂടെ. പിന്നെ നമുക്കൊന്നും പറയാൻ പാടില്ല, പറഞ്ഞാൽ പാടില്ലാത്ത വാക്കുകളാണ് ശിശുപാലൻ പറഞ്ഞത്. അത്രയും ഭഗവാനെ ചീത്ത വിളിച്ചു, അവമാനിച്ചു. ആ സമയത്ത് ഭഗവൻ നിന്ദ കേൾക്കാൻ പാടില്ല, നമ്മൾ പറയാൻ പാടില്ല. ഈശ്വരനിന്ദ പറയാൻ പാടില്ല, കേൾക്കാൻ പാടില്ല. ധർമ്മനിന്ദ പറയാൻ പാടില്ല, കേൾക്കാൻ പാടില്ല. ഗുരുനിന്ദ പറയാൻ പാടില്ല, കേൾക്കാൻ പാടില്ല. പറയാണ്ടിരിക്കാം. വല്ലവരും പറയണേ നമ്മളെങ്ങനെ തടുക്കും? അപ്പോൾ മറ്റുള്ളവരുടെ നാവിൻ നമ്മുടെ കയ്യിലല്ല അല്ലേ? നിങ്ങളുടെ നാവിൻ്റെ മറ്റവൻ്റെ നാവിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലില്ല. മറ്റുള്ളവർ പക്ഷേ ഈ ഗുരുവിനെയും ധർമ്മത്തെയും അതുപോലെ ഈശ്വരനെയൊക്കെ നിന്ദിച്ചു എന്ന് വരാം. അങ്ങനെ നിന്ദിക്കണ കേട്ടാൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞേക്കണത്? സതീദേവി പറഞ്ഞിട്ട് ദശനോട് അല്ലേ, കഴിച്ച നാവ് ഇങ്ങോട്ട് അരിഞ്ഞു കളയണം, മുറിച്ച് കളയണം. അതിന് കഴിയില്ലെങ്കിലോ 2 കാതിലും വിരൽ തിരികൊണ്ട് അവിടെ ഇനി നിൽക്കാതെ ഓടണം, അവിടെ നിന്ന് നമ്മുടെ പ്രായശ്യത്ത് ചെയ്യണം. അതിന് കഴിയില്ലല്ലോ, ദേഹത്യാഗം ചെയ്യണമെന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇവനെ ശരിയാക്കാൻ നേരെയാക്കാൻ കഴിയുന്നവരുണ്ട് ഇവിടെ. ജരാസന്ധനെ വധിക്കാൻ ശക്തിയുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ആ ഒരു രാജാക്കന്മാർ പലരും അവരുടെ ആയുധം എടുത്ത് വന്നു. അർജുനൻ തൻ്റെ ആയുധം എടുത്ത് വന്നു. ഭീമസേനൻ സദ്യപ്പരയിലായിരുന്നു, വലിയ പ്രഥമനിളക്കുന്ന ചട്ടം എടുത്തിട്ട് ഓടി വന്നിട്ടുണ്ടാവും അല്ലേ. ഇങ്ങനെ ഓരോരുത്തരും വന്നു. അയാളും ആളും അമ്പ് പിരിയൊക്കെ പിടിച്ചുകൊണ്ട് എന്നാൽ നമുക്ക് ആവാം ഒരു യുദ്ധത്തിനുള്ളതിലേക്ക്. അയാളും എല്ലാവർക്കും പരിഭ്രമായി. ഈ പുണ്യവേളയിൽ ഒരു യുദ്ധം ഉണ്ടാവുമെന്നായി. ഈ സമയത്ത് ഭഗവാൻ പറഞ്ഞു, ആരും അവനൊന്നും ചെയ്യാൻ പാടില്ല എന്ന്. അതെന്താ? ഭഗവാൻ അറിയാം, ഇവർക്കൊന്നും അറിയില്ല. ഈ ശിശുപാലൻ ചീത്ത വിളിക്കുന്നത് മാത്രമേ ഇപ്പോൾ ഇവർക്കറിയുള്ളൂ അല്ലേ. ഈ ശിശുപാലൻ ഉള്ളിൽ നിരന്തരം എന്നെ ഓർമ്മിക്കുക, ഭജിക്കുക, സ്മരിക്കുക ചെയ്യണതേ. വിദ്വേഷഭക്തിയോടെ 3 ജന്മം കൊണ്ട് ഭഗവാനെ അടയാൻ വെമ്പിക്കൊണ്ടിരിക്കുകയാണ് അവൻ. ഭഗവാൻ തന്നെയാണ് അനുഗ്രഹിച്ചിട്ടുള്ളതല്ലേ. 3 ജന്മം വിദ്വേഷത്തോടെ നിങ്ങൾ നിരന്തരം എന്നെ ഓർമ്മിച്ചാൽ മതി. ഏനകേന പ്രകാരേണ മനഃകൃഷ്ണേ നിവേശയേ. സാധനയുടെ രഹസ്യം ഇതാണ്, ഭക്തിയുടെ രഹസ്യം ഇതാണ്. ഏതെങ്കിലും വിധേന പ്രകാരത്തിൽ മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിക്കാൻ കഴിയുക, ഭഗവത് സ്മരണയിൽ നിരന്തരമായി നിർത്താൻ സാധിച്ചാൽ നമുക്ക് പിന്നെ കർമ്മമില്ല, കർമ്മബന്ധമില്ല, വാസനയില്ല, അജ്ഞാനമില്ല, ഒന്നും ഉണ്ടാവില്ല. അതാണ് ഇവൻ സാധിച്ചതേ. തൻ്റെ വൈകുണ്ഠത്തിൽ എത്രയോ കാലം തന്നെ സേവിച്ച് അകത്ത് പോകുമ്പോൾ പുറത്തു നമ്മളൊക്കെ സേവിച്ചുകൊണ്ടിരുന്ന ജയവിജയന്മാരിൽ ജയനല്ലേ ഇവൻ. ആദ്യത്തെ ജന്മത്തിൽ 3 ജന്മമാണ് അന്ന് പറഞ്ഞത്. ആദ്യത്തെ ജന്മത്തിൽ നരസിംഹമൂർത്തിയായിട്ട് വന്നിട്ട് ഹിരണ്യാക്ഷനായി വന്നപ്പോൾ വരാഹമൂർത്തിയായി വന്ന് ഭഗവാൻ സൽഗതി കൊടുത്തു. 2ാമത്തെ ജന്മത്തിൽ ഹിരണ്യകശിപുവായപ്പോൾ നരസിംഹമൂർത്തിയായി. ഇപ്പോൾ ഭഗവാൻ ഈ കൃഷ്ണരൂപത്തിൽ അവന് സൽഗതി കൊടുക്കാൻ തയ്യാറാവുക അല്ലേ. 2ാമത്തെ ജന്മത്തിൽ രാവണൻ കുംഭകർണനായി വന്നപ്പോൾ രാവണനായിരുന്നു. അപ്പോൾ ശ്രീരാമസ്വരൂപനായി വന്നു. ഇപ്പോൾ ശിശുപാലൻ ദന്തഭക്തനും അതിൽ ജയനാണവൻ. അതാണ് ശിശുപാലൻ. ഭഗവാന്റെ കൈ കൊണ്ട് ഭരിച്ചാലല്ലേ അവന് സൽഗതി കിട്ടുള്ളൂ. ഇവരാരെങ്കിലും കൊന്നാൽ കൊട്ടുമോ? ഇല്ല. അതുമാത്രമല്ല വേറെ ഒരു കാരണമുണ്ട് അത്രേ. ശരിക്കും ശിശുപാലനും കൃഷ്ണനും കുടുംബക്കാരാ, പെറ്റുവിലയുള്ളവരാ. അമ്മായിയുടെ മകനാ അല്ലേ, കുന്തിയുടെ സഹോദരിയുടെ മകനാ. അപ്പോൾ ഈ കുട്ടി ജനിച്ച സമയത്ത്, ശിശുപാലൻ ജനിച്ച സമയത്ത് 3 കണ്ണും 4 കൈയൊക്കെ ഉണ്ടായത്രേ. അപ്പോൾ ആകെ പരിഭ്രമമായി അവർക്കൊക്കെ. അപ്പോൾ എന്താ ആശ്ചര്യം, ഒട്ട സമയത്ത് ഒരു ആശ്ചര്യം ഉണ്ടായത്രേ. ശത്രു വന്ന് കാണുമ്പോൾ അധികമുള്ളത് പൊക്കോളെന്ന് പറഞ്ഞത്. അപ്പോൾ ഉടനെ അമ്മയ്ക്കും അച്ഛനൊക്കെ പരിഭ്രമമായി. രാജാക്കന്മാർക്ക് രാജാക്കന്മാരായിരിക്കുമല്ലോ സാധാരണ ശത്രു പോവുക. അതുകൊണ്ട്
തനിക്കിങ്ങനെ ഒരു ഉണ്ണി ഉണ്ടായിട്ടുണ്ട്, എല്ലാവരും വന്ന് കണ്ട് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് അറിയുന്ന രാജാക്കന്മാർക്കൊക്കെ ക്ഷണം അയച്ച് അവരെയൊക്കെ വരുത്തിത്രേ. ആര് വരുമ്പോഴാണോ ഇവൻ്റെ അധികം ഉള്ളത് കൊഴിഞ്ഞു പോണത് അവരെ കാലിൽ പിടിച്ച് കൊല്ലരുതെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പല രാജാക്കന്മാരും എന്തെങ്കിലും അവരാരും കണ്ടിട്ടും കുട്ടി എടുത്തിട്ടും കുട്ടിക്ക് അധികമുള്ള അവയൊന്നും പൊഴിഞ്ഞു പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം യാദൃച്ഛികമായിട്ട് കൃഷ്ണൻ ഇവിടെ വന്നത് അമ്മായിയുടെ അടുത്ത്. അപ്പോൾ കണ്ടപ്പോൾ ചോദിക്കും, അല്ല അമ്മായിയുടെ ഉണ്ണിക്ക് എന്താ വിശേഷത, 4 കൈയും 3 കണ്ണൊക്കെ? ഇത് പറയുമ്പോഴേക്കും അധികമുള്ളത് അങ്ങോട്ട് പോയതേ. അപ്പം അമ്മായി കൃഷ്ണനോട് അപേക്ഷിച്ചു എന്നാ, കൃഷ്ണ കൊല്ലരുത് കേട്ടോ എൻ്റെ ഉണ്ണിയെ, നീയാണോ കൊല്ലുക ഉറപ്പാ? ഭഗവാൻ പറഞ്ഞു, അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഭഗവാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് അധർമ്മികളെയും ദുഷ്ടന്മാരെയൊക്കെ ശരിയാക്കാറല്ലേ. ചിലപ്പോൾ അധർമ്മം ചെയ്താൽ ചിലപ്പോൾ ശിക്ഷിക്കേണ്ടി വരുമല്ലേ. പക്ഷെ അവൻ്റെ 100 അപരാധം താൻ ക്ഷമിക്കാമെന്ന് വാക്ക് കൊടുത്തു. 100 അപരാധം എന്നല്ലവൻ 1008 അപരാധം പറഞ്ഞ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരേ സമയത്തൊന്നും കണക്കായിക്കോളും. ഒരേ സമയത്ത് 100 പ്രാവശ്യം എന്നെ തെറി വിളിച്ചാൽ ഞാൻ ക്ഷമിക്കാമെന്ന്. അപ്പോൾ ഭഗവാൻ അവിടെ എനിക്കുണ്ടായി. ചിലപ്പോൾ ഇവൻ ചീത്ത വിളിക്കുമ്പോൾ എത്രയായി 1 2 3 ആയിരിക്കാം. ഇങ്ങനെയൊക്കെയാണ് മനോധർമ്മം ഓരോ ഭക്തന്മാർ പറയാം. എന്തായാലും ഇവരെ ആരും കൊല്ലാൻ അനുവദിച്ചില്ല അവിടുന്ന്. അവസാനം ഭഗവാന്റെ മഹാഭാരതത്തിലൊക്കെ വർണ്ണിക്കണം, ഭഗവാന്റെ മുഖം അങ്ങനെ മാറുണ്ട്. എന്തൊരു തേജസ്സ, എന്തൊരു ഭയങ്കരമായ കോപമാ, ശരീരമാകെ വിറവുണ്ടു. ആകപ്പാട് രണ്ടാമതൊരു വിശ്വരൂപം കാണിക്കാൻ പുറപ്പാടാണോ എന്നൊക്കെ പരിഭ്രമിച്ചു ഓരോരുത്തരും. അപ്പോഴാണ് ഭഗവാൻ നാരദനോട് ചോദിക്കുന്നത്. അപ്പോൾ നാരദൻ ഈ ശിശുപാലൻ്റെ പൂർവ്വജന്മക്ക് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭഗവാൻ തൻ്റെ ആ സുദർശനമെടുത്ത് ആ ശിശുപാലൻ്റെ നേരെ അങ്ങോട്ട് അയച്ചതും ശിശുപാലൻ്റെ ശിരസ് മുറിഞ്ഞു. അത്ഭുതം ഉണ്ടായി. ഒരു തുള്ളി രക്തം അവിടെ വീണില്ല. വീണ ആ മരമമംഗളമായ ആ ഭക്തൻ്റെ യാഗശാല അശുദ്ധാവില്ലേ, പിന്നെ അതിന് പുണ്യാകർമ്മങ്ങളൊക്കെ വേണ്ടി വരില്ലേ, ഇതൊന്നും ഉണ്ടായില്ല. അത്ഭുതം. ആ ശിശുപാലൻ്റെ ശരീരത്തിലെ ജീവൻ ഒരു ജ്യോതിസായി ഉയർന്ന് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിലൊന്ന് ലയിച്ചു. എല്ലാവരും നോക്കി നിൽക്കേ. അപ്പോഴാണ് ധർമ്മപുത്രൻ ചോദിച്ചു, ഇത്രയും നാൾ ഭഗവാനെ ചീത്ത വിളിച്ച ഇവന് എങ്ങനെ സൽഗതി കൊടുക്കണു? സായുജ്യം കിട്ടി. ഇവൻ ദുർഗതിയല്ലേ ഉണ്ടാവേണ്ടത്? ദിഷന്നപരിഷീകേശം. ഇങ്ങനെ ഭഗവാനെ വെറുക്കും ദേഷിക്കും ചെയ്യുന്നവന് പോലും മുക്തി കൊടുക്കുകയാണെങ്കിൽ ഇത്രയും സുലഭമോ മുക്തി എങ്കിൽ ഭജിക്കുന്നവർക്ക് എന്ത് കൊടുക്കും? ഭജിക്കുന്നവർക്ക് ഭഗവാൻ എന്താ കൊടുക്കുക? സ്വയം ഭവതി സേവക. അവിടുന്ന് സ്വയം ഭക്തൻ്റെ സേവകനായി പോവും. ഇത് കണ്ടില്ലേ, മഹാബലിക്ക് ഗുരു പറഞ്ഞിട്ട് പോലും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ കൊടുക്കും, ഭഗവാനാണെങ്കിൽ സന്തോഷമായി കൊടുക്കും. വേറെ ആർക്കും കൊടുത്തില്ലെങ്കിൽ എന്ന് പറഞ്ഞ് കൊടുത്തപ്പോഴോ ഭഗവാൻ ആ ഭക്തൻ്റെ ദാസനായി സേവകനായി പോയില്ലേ. മഹാദേവൻ ആ മഹാബലിയുടെ പൗത്രനായ ആ ബാണാസുരൻ്റെ സേവകനായി പോയില്ലേ. ഭഗവാന്റെ ഭക്തവാത്സല്യം നോക്കൂ. ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ഈ ഭഗവാൻ ആർക്കും ജയിക്കാൻ പറ്റില്ലേ. പക്ഷേ ഭക്തി കൊണ്ട് ഭക്തന്മാർ ഭഗവാൻ ജയിക്കുന്നു. ഇതാണ് അങ്ങനെയുള്ള ആ ഭഗവാന്റെ വാത്സല്യം എല്ലാവരും കണ്ടു. ധന്യനായി തീർന്നു ധർമ്മപുത്ര മഹാരാജാവിന്. എല്ലാവരും വാഴ്ത്തി സ്തുതിച്ചു. അവർ സ്നാനമൊക്കെ കഴിച്ചു. അതിനുശേഷം ദക്ഷിണ നമസ്കാരങ്ങളൊക്കെ കൊടുത്തു. എല്ലാവർക്കും പല സമ്മാനങ്ങളൊക്കെ കൊടുത്തു. ഭഗവാനോടും അടുത്ത ബന്ധുക്കളോടൊക്കെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. നമ്മുടെ അവിടെ വിവാഹമൊക്കെ ഉണ്ടായി അങ്ങനെയല്ലേ, ഒരാഴ്ച മുമ്പ് വരും, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറയും ഇല്ലേ. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ലേ. ഇപ്പോൾ ഒക്കെ കോൺട്രാക്റ്റ് കൊടുക്കല. മണ്ഡപത്തിൽ വരിക, ഊണ് കഴിക്കാൻ പോവുക അല്ലേ. പണ്ടത്തെ കൂട്ടിപ്പിടുത്തൊന്നും ഇല്ലേ. കൂട്ടുകുടുംബം പോയതോടുകൂടി ഒക്കെ പോയി കഴിഞ്ഞു. അണുകുടുംബം വന്നതോടുകൂടി നമ്മൾ പരസ്പര സ്നേഹവും അടുപ്പൊക്കെ ഇല്ലാണ്ടായിക്കണം. പക്ഷെ അങ്ങനെയല്ല പണ്ട്. അതുകൊണ്ട് ധർമ്മപുത്രൻ്റെ സന്തോഷത്തിന് വേണ്ടി ഭഗവാനും പരിവാരങ്ങളോട് താമസിച്ചു. ദുര്യോധനാദികളും കുറച്ച് ദിവസമൊക്കെ അവിടെ താമസിച്ചു. പക്ഷേ ദുര്യോധനൊന്നും കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കണില്ല. ഈ രാജസൂയത്തിന് ദിഗ്വിജയത്തിന് പോയപ്പോൾ ജരാസന്ധനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച രാജാക്കന്മാരൊക്കെ അവിടെ വന്ന് കാപ്പ് കെടുക്കുക. ധർമ്മപുത്ര മഹാരാജാവിന് എന്തെങ്കിലുമൊക്കെ സംഭാവനകളൊക്കെ വേണ്ടിയിട്ടേ അതിനെ അനുമോദിക്കാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹത്തിൻ്റെ ഐശ്വര്യം ഈ ഉയർച്ചയൊക്കെ കണ്ടിട്ട് അസൂയാലുവായ ദുര്യോധനാണ് അവിടെ മനസ്സിന് പ്രയാസം ഉണ്ടായത്. അതിനുള്ള ഫലം കിട്ടുകയും ചെയ്തു. മയൻ്റെ ജലസ്ഥലഭ്രമം ഉണ്ടാകുന്ന മണ്ഡപത്തിൽ വെള്ളം ഇല്ലാത്തയിടത്ത് വെള്ളം ഉണ്ടെന്ന് വിചാരിച്ച് തുണി ഉയർത്തി നടന്നു. വെള്ളം ഉള്ളിടത്ത് വെള്ളം ഇല്ല എന്ന് വിചാരിച്ച് നേരെ നടന്നു. അതിൽ വെള്ളത്തിൽ വീണ് വെള്ളം കുടിച്ച് തവളയെ മാറി നീന്തി. എല്ലാവരും ഭീമസേനൻ ചിരിച്ചു, പാഞ്ചാലി ചിരിച്ചു, ഭഗവത് പത്നിമാരത് കണ്ടു. ആ ചിരി കണ്ടിട്ട് മനസ്സ് വ്രണപ്പെട്ട് വേദനിച്ച് മടങ്ങിപ്പോവുകയും ചെയ്തു. ഭഗവാൻ ആ ഭക്തൻ്റെ സന്തോഷത്തിന് വേണ്ടി വളരെ കാലം ദിവസം കൂടി അവിടെ താമസിച്ചു. പിന്നീടാണ് ഭഗവാൻ കുറച്ച് ആൾക്കാരെ മാത്രം ദ്വാരകയുടെ സംരക്ഷണത്തിനാക്കിയിട്ടാണ് വന്നത്. പറഞ്ഞു. അപ്പോഴേക്കും ഈ വർത്തമാനം കേട്ടതും തൻ്റെ സുഹൃത്തായ ശിശുപാലനെ കൃഷ്ണൻ വധിച്ചു യാഗശാലയിൽ വെച്ച് കേട്ടപ്പോഴേക്കും ആ സമയം നോക്കിയിട്ട് സ്വാല്യൻ ഭഗവാനോട് നേരിട്ട് ലക്ഷ്മണി സമയത്തിലൊക്കെ പോയിട്ട് ജരാസന്ധനോട് യുദ്ധത്തിലൊക്കെ തോറ്റതാ. ദ്വാരയെ ആക്രമിക്കാൻ പുറപ്പെട്ടു. ഭഗവാൻ രാത്രിയൊക്കെ പറഞ്ഞ് ഭക്തനെ അനുഗ്രഹിച്ചുകൊണ്ട് മടങ്ങിപ്പോവുകയും ചെയ്തു. ഇതാണ് രാജസൂയത്തിന് ഒരു മണിക്കൂർ കൊണ്ടൊക്കെ എന്താ പറയാൻ പറ്റുക അല്ലേ. പക്ഷേ ഭഗവാന്റെ ഭക്തവാത്സല്യം ഓർമ്മിക്കുക, ഭഗവാന്റെ കാരുണ്യത്തെ ഓർമ്മിക്കുക. ഭഗവാനെ ഭജിക്കുന്നവർക്ക് അവിടുത്തെ കൃപയുണ്ടായാൽ എന്താ ഈ ജീവിതത്തിൽ അസാധ്യമായിട്ടുള്ളത്? സൂര്യൻ്റെ ഡിക്ഷണറിയിൽ ഇരുട്ടുണ്ടോ? സൂര്യന് ഇരുട്ടെന്താണെന്നറിയോ?
ഇതുമാതിരി ഭഗവാന്റെ ആ ഡിക്ഷണറിയിൽ അസാധ്യം, ഇമ്പോസിബിൾ എന്നൊരു വേർഡ് ഉണ്ടാവുമോ? എന്താ കാരണം? സർവശക്തരെ അസാധ്യം വല്ലതുണ്ടോ? നമ്മൾ ദുർബലന്മാരാണ്, അല്പജ്ഞന്മാരാണ്, കിഞ്ചിജ്ഞന്മാരും അല്പശക്തന്മാരാണ്, നമുക്ക് സാധിക്കില്ലായിരിക്കും. പക്ഷേ നമ്മുടെ കൂടെയല്ല, നമ്മുടെ ഒപ്പം, നമ്മുടെ ഉള്ളിൽ നമ്മളാക്കിക്കൊണ്ടിരിക്കുന്നത് ആരാ? സർവശക്തനും സർവജ്ഞനുമായ ഗുരുവായൂരപ്പനല്ലേ, ശ്രീകൃഷ്ണനല്ലേ. അവിടുത്തെ അനുഗ്രഹവും കാരുണ്യം ഉണ്ടായാൽ, അവിടുത്തെ പാദത്തിൽ നമ്മൾ അടിപടിഞ്ഞാൽ, അവിടുത്തെ ശരണമടഞ്ഞാൽ, അവിടുത്തെ ആശ്രയിച്ചാൽ, അവിടുത്തെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല ജീവിതത്തിൽ. ഇത് നമുക്ക് തിരിച്ചറിയാനും ആ ഭഗവാനെ സർവാത്മന ശരണമടയാനുമുള്ള മനസ്സും വിവേകവും സദ്ബുദ്ധിയും നമുക്ക് തരണമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെ ഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്. മള്ളിയൂർ